വെള്ളത്തിൻ്റെ കുപ്പിയേനും ആൾക്കാർ വലിച്ചെറിയാണ്. വെള്ളം കുടിച്ചാൽ ബോധത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ബോധം പോയാൽ പിന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു വാചകവും ഞങ്ങളായിരുന്നു ഒരു ഞാൻ എന്നല്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ട് കുഞ്ഞുടുപ്പുകൾ ചുവന്ന മഷി കുടഞ്ഞിട്ട് കെട്ടിത്തൂക്കിയിരിക്കുകയാണ്, എന്നിട്ട് കൊലയാളിയെ പരാജയപ്പെടുത്തുക പോസ്റ്റർ. പെട്ടെന്ന് ഇറക്കുമ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, അതിന്റെ സർട്ടിഫിക്കറ്റ് പാതിരാത്രി അന്ന് ആ വാർത്ത കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു തലക്കെട്ട്, ഇതോ കെ സ്മാർട്ട്, ഞങ്ങളെല്ലാം ചെയ്യാണ്. ആൾക്കാർ ചെയ്യുന്നത് കാൽച്ചോട്ടിൽ കുപ്പിയുടെ എടുക്കാൻ വരുമ്പോൾ കാലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും, ഒന്ന് പൊക്കി കൊടുക്കും. ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് എന്ത് ചെയ്യും എന്നൊരു പ്രശ്നമാണ്. കിടപ്പ് രോഗികൾ 1 ലക്ഷത്തോളം കിടപ്പ് രോഗികളുണ്ട്. അവരുപയോഗിക്കുന്ന ഡയപ്പർ ഒരു വിവാദവും എന്നെ സ്പർശിച്ചിട്ടില്ല, ഒന്നൊഴിച്ച്. അതെന്നെ വേദനിപ്പിച്ചൊരു വിവാദം. നമസ്കാരം, ന്യൂസ് അറ്റ് ഹൗസിന്റെ ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മന്ത്രി MP രാജേഷാണ്. സ്വാഗതം ടോക്ക് ഷോയിലേക്ക്. നമസ്കാരം. ഞാൻ സംസാരിക്കാൻ ചിന്തിച്ചതിൻ്റെ ആദ്യത്തെ കാരണം, കടുത്ത ഓണത്തിന് ശേഷമുള്ള ഒരു ദിവസം മിനിസ്റ്ററുടെ ഒരു അഭിമുഖം ഒരു ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മിനിസ്റ്റർ വളരെ രോഷാകുലനായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് മാലിന്യം, ഓണത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് താങ്കൾ നേരിട്ട് പോയി മാലിന്യ നിർമ്മാർജ്ജ അല്ലെങ്കിൽ നീക്കുന്ന ഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. സമീപ നാളുകളിൽ കേരളം വലിയ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ, ഞാൻ കാസർഗോട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നതാണ്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാവുന്ന ഈ മാലിന്യത്തിൻ്റെ ഒരു നീക്കം നമ്മൾ അതിശയിപ്പിക്കുന്നതുമാണ്, ക്ലീനിങ് അതിശയിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഈ മാലിന്യ പ്രശ്നം അത്ര ഗൗരവത്തിൽ, അത്ര രോഷാകുലനായി കാണേണ്ട ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കാണേണ്ട സാഹചര്യം ഉണ്ടോ? നമ്മുടെ ഓണം വാരാഘോഷത്തിൻ്റെ സമാപനത്തിന് ശേഷം ഉള്ള ക്ലീനിങ് ഡ്രൈവാണ് അങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. നേരത്തെ തന്നെ ടൂറിസം വകുപ്പും വാരാഘോഷ കമ്മിറ്റിയും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടത്തണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കോർപ്പറേഷൻ ചെയ്തിരുന്നു. ധാരാളം ബോട്ടിൽ ബൂത്തുകളുണ്ടായിരുന്നു, വേസ്റ്റ് ബിന്നുകളുണ്ടായിരുന്നു, പിന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സജ്ജരായിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ രാത്രി ഒരു 10:30 എത്തുന്നത്. ഇപ്പം മേയർ എന്നെ വിളിച്ചിരുന്നു, ക്ലീനിങ് ഡ്രൈവിൻ്റെ അവിടെ നിന്ന് സന്ദർശിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ 10:30 യാത്ര കഴിഞ്ഞ് നേരെ എത്തുന്നത്. ഇപ്പോൾ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ഉണ്ട്, മേയറും ഉണ്ട്. ഔപചാരികമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ തുടക്കം കുറിച്ചു ക്ലീനിങ് ഡ്രൈവിൻ്റെ. അപ്പോൾ കുറച്ച് സമയം ഞാൻ അവരുടെ കൂടെ നിൽക്കാം എന്നാണ് കരുതിയത്. പക്ഷെ അപ്പുണ്ടായ അനുഭവം യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചതാണ്. കാരണം ആളുകൾ പിരിഞ്ഞിട്ടില്ല, പരിപാടി അവസാനിച്ചു. പക്ഷേ ആളുകൾ അവിടെ തന്നെ കനകക്കൊന്നിലൊക്കെ ഉണ്ട്. വ്യാപകമായിട്ട് മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഈ കാറിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വലിയ ബോട്ടിൽ ബൂത്തുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പിലാണ് വന്ന് ഇറങ്ങുന്നത്. ആ ബോട്ടിൽ ബൂത്തിനകത്ത് കുറച്ച് കുപ്പിയുണ്ട്, അതിൻ്റെ ചുറ്റും അതിൻ്റെ 2 ഇരട്ടി കുപ്പിയുണ്ട്. അപ്പോൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല, ഒന്ന് അതിനുള്ളിലേക്ക് ഇടാൻ സന്നദ്ധതയില്ലാത്തവർ അതിൻ്റെ ചോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ ചെയ്യുന്നത് ഈ കുപ്പികളെല്ലാം എടുത്ത് അതിലിടുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഈ അവിടെ തള്ളിയ ആൾക്കാർ ഒക്കെ അവിടെ ചുറ്റുമൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ഇതിലൊരു കുറ്റബോധം തോന്നിയിട്ട് ഇത് എടുത്തിടുന്നതാണ്. ഒരാളുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലീനിങ് ആരംഭിച്ചു. കുറച്ച് സമയം അവരുടെ കൂടെ നിന്നപ്പോൾ കണ്ട കാഴ്ച, ആളുകൾ എല്ലാം ഈ അവരുടെ കാൽച്ചോട്ടിലൊക്കെ ഈ കുപ്പിയും പ്ലാസ്റ്റിക്കും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശുചീകരണ തൊഴിലാളികൾ, പിന്നെ ജനപ്രതിനിധികളുണ്ട്, ഞാൻ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം ചെയ്യാണത്. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് കാൽച്ചോട്ടിൽ കുപ്പി എടുക്കാൻ വരുമ്പോൾ കാലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും, ഒന്ന് പൊക്കി കൊടുക്കും, നിങ്ങളെടുത്തോ എന്ന് വെച്ചാൽ ഒരു മനോഭാവം. ഞങ്ങളിത് ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, വലിച്ചെറിയലായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ശരിയായിട്ട് വൃത്തിയാക്കിക്കൊള്ളാം എന്നൊരു മനോഭാവമാണ്. നമ്മൾ സാധാരണ പറയുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. ഒന്ന്, അവിടെ വലിച്ചെറിയേണ്ട കാര്യമില്ല. വലിച്ചെറിഞ്ഞത് തന്നെ അങ്ങേയറ്റത്ത് ഗുരുതരമായ തെറ്റ്. കാരണം അത്രയും ബോട്ടിൽ ബൂത്തും വേസ്റ്റ് ബിന്നും അവിടെ ഉണ്ട്. അതിനകത്ത് കൊണ്ടിടാനുള്ളൊരു സൗമനസ്യം പോലും കാണിക്കാതെ കണ്ടിടത്ത് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇത് വൃത്തിയാക്കാൻ വരുമ്പോഴെങ്കിലും ഇതൊന്ന് എടുത്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യണ്ടേ. ഞാനൊരു 12 മണിയോളം അവരുടെ കൂടെ നിന്നു, അപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചില സ്ഥലത്തു നിന്നൊക്കെ കുപ്പിയൊക്കെ പെറുക്കി വൃത്തിയാക്കി വീണ്ടും തിരിച്ചത് വഴി വരുമ്പോൾ വീണ്ടും അവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു മനോഭാവമാണ് എന്നതുകൊണ്ടാണ് കുറച്ച് രോഷാകുലനായിട്ട് പ്രതികരിച്ചത്. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണുകയാണ്, കേരളത്തിൽ ഇന്ന് മാലിന്യം വലിച്ചെറിയേണ്ട സാഹചര്യമില്ല. മുമ്പ് ചോദിക്കാമായിരുന്നു, ഇതെവിടെ കൊണ്ടിടും. ഇന്ന് നിങ്ങൾക്ക് വഴി നീളെ
ബോട്ടിൽ ബൂത്തുകളും ബിന്നുകളും കാണാം അല്ലേ? കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും ഞങ്ങൾ ടാർഗറ്റ് കൊടുത്ത് നിശ്ചയിച്ചിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അത് ശരി. 50,000-ലധികം ബിന്നുകളുണ്ട്, 29,000 ബോട്ടിൽ ബൂത്തും വെച്ചിട്ടുണ്ട്. നിശ്ചിത അളവിൽ. അതെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെക്കുന്നു എന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ റിവിഷൻ അംഗീകരിക്കണമെങ്കിൽ നിശ്ചിത എണ്ണം ബോട്ടിൽ ബൂത്തും ബിന്നും വെച്ച് അംഗീകരിക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നടപ്പാക്കിയതാണ്. വലിച്ചെറിയേണ്ട കാര്യമില്ല, എന്നിട്ടും വലിച്ചെറിയുന്നു. അതൊരു മനോഭാവമാണ്, അതൊരു സാമൂഹ്യ വിരുദ്ധമായ മനോഭാവമാണ്. ഈ മനോഭാവം മാറ്റാൻ ഇത്ര കർശനമായിട്ട് ഇടപെടുമ്പം ഉണ്ടാവാനിടയിലൊരു പ്രതിസന്ധി, ആളുകളുടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെയെങ്കിലും എതിർവികാരം നമ്മളിലേക്ക് വരും. ഇപ്പോൾ ആ ദിവസം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പല ക്യാമ്പയിനും ഉണ്ടായിരുന്നു. ഒരു കമൻറ്റ് ക്യാമ്പയിൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഈ മന്ത്രിയുടെ പണി വിജയിക്കാത്തപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനത്തിനപ്പുറത്ത് സാമൂഹ്യ മനോഭാവം കൂടി മാറ്റേണ്ടത് ഇങ്ങനെ സർക്കാരിൻ്റെ ജോലി സർക്കാർ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളും ഏറെക്കുറെ ചെയ്തിട്ടുണ്ട്. അപൂർവം ചിലരൊക്കെ ചില വീഴ്ച വരുത്തി കാണുന്നല്ലാതെ. എന്താ സർക്കാരിൻ്റെ ജോലി? സിസ്റ്റം ഉണ്ടാക്കലാണ്. ആ സിസ്റ്റം ഉണ്ടാക്കി. അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയാം. ഹരിതകർമ്മസേന ആ സിസ്റ്റത്തിൻ്റെ ആണിക്കല്ലാണ്. ഇതേ എതിർപ്പ് ഹരിതകർമ്മസേന വന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിതിലൊന്നും കുലുക്കമൊന്നുമില്ല. ഹരിതകർമ്മസേനയ്ക്ക് എതിരെ ഭയങ്കര പ്രചരണമായിരുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ? കാടിളക്കിയിട്ടുള്ള പ്രചരണം നിന്നു. അതിനു മുമ്പിൽ നമ്മളാരും കുലുങ്ങിയിട്ടില്ല. സർക്കാർ ചെയ്തത് എന്താ? ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കാതിരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അധിക്ഷേപിച്ചവരെ നിയമപരമായിട്ട് നേരിട്ടു. യൂസർ ഫീ കൊടുക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ഒരു സേവനം കൊടുക്കില്ല എന്ന് നിഷ്കർഷിച്ചു. ആക്ട് അമെൻഡ് ചെയ്തു, നിയമം ഭേദഗതി ചെയ്തു. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിൻ്റെ കൂടെ ഫൈനോടുകൂടി ഈടാക്കുമെന്ന് വ്യവസ്ഥ ചെയ്തു. ഇപ്പോൾ 98% വീടുകളിൽ നിന്നും ശേഖരിക്കാൻ തുടങ്ങിയില്ല. 2 കൊല്ലം മുമ്പ് 47%. ഇനി അളവ് ഞാൻ പറയാം. ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കൊല്ലം 47,000 ടണ്ണാണ് ഹരിതകർമ്മസേന ശേഖരിച്ചത്. ഈ വർഷം ശേഖരിച്ചത് 1,52,000 ടണ്ണാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്ര ശക്തമായിട്ട് സർക്കാർ നടപ്പാക്കിയില്ലെങ്കിൽ ഈ 1.5 ലക്ഷം ടൺ മാലിന്യം എവിടെ വരുമായിരുന്നു? കേരളത്തിലെ പാടത്തും പറമ്പിലും റോട്ടിലും തോട്ടിലും ജലാശയത്തിലൊക്കെ വരില്ലേ? 1-2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ നാട് ജീവിക്കാൻ കൊള്ളാത്തിടമായിട്ട് മാറില്ലേ ഇത് കുമിഞ്ഞു കൂടിയാൽ? അല്ല, ഞാനത് ചോദിക്കാൻ, ഈ യൂസർ ഫീ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. നടപ്പാകുന്നതിന് തൊട്ട് മുന്നേ തന്നെ അതിനെ ആശങ്കപ്പെടുത്തില്ല. ഇപ്പോൾ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തുകയാണ്, 100 രൂപ വീട്ടിലേക്ക് വരികയാണ് ഒരാൾ, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിനനുസരിച്ച് വ്യത്യാസത്തിലാണെങ്കിൽ അതെ, വീടുകളിൽ 50 രൂപ വരികയാണ്. അതൊരു ഏറ്റവും സാധാരണക്കാരനിൽ നിന്ന് ഈടാക്കുകയാണെന്നുള്ള ഒരു പ്രതിഷേധം അന്നേരം വ്യാപകമായിട്ടുണ്ടായിരുന്നു. അത് ആശങ്കപ്പെടുത്തിയിരുന്നില്ല? ഒരാശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം ചെയ്യുന്നത് ശരിയാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. നേരത്തെ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു, ഇത് ചെയ്തേ പറ്റൂ, ഇനി നമുക്കതിൽ സമയം പഴക്കാനാവില്ല എന്ന്. അത് ശരിവെക്കിയല്ലേ അനുഭവം ചെയ്തത്. 1.5 ലക്ഷം ടൺ മാലിന്യം നമ്മൾ ശേഖരിച്ചില്ലേ ഹരിതകർമ്മസേന വഴി? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് എവിടെ വരുമെന്നുള്ളത്. ഇനി ഇത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട മാതൃകയായില്ലേ? ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് എക്കണോമിക് സർവേ എല്ലാ വർഷവും അവതരിപ്പിക്കുന്നില്ലേ പാർലമെൻറ്റിൽ? ഈ 24-25 എക്കണോമിക് സർവേ, 25-26 എക്കണോമിക് സർവേ. ആ എക്കണോമിക് സർവേയിൽ ഒരു പേജ് കേരളത്തിലെ ഹരിതകർമ്മസേനയെക്കുറിച്ചാണ്. ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്ന് പഠിച്ചു ഹരിതകർമ്മസേനയെക്കുറിച്ച്. കേരളത്തിൻ്റെ മാലിന്യമുക്തം തമിഴ്നാട്, കേരളം പദ്ധതി തമിഴ്നാട് മാലിന്യമുക്തം തമിഴ്നാട് എന്ന പേരിൽ അവിടെ നടപ്പാക്കുന്നു. നമ്മുടെ ക്ലീൻ കേരള കമ്പനി പോലെ ക്ലീൻ തമിഴ്നാട് കമ്പനി അവർ രൂപീകരിച്ചു. ഒരു മലയാളിയെ തന്നെ അതിൻ്റെ തലപ്പത്ത് വെച്ചു. അപ്പം നമ്മുടെ മാതൃക ദേശീയ തലത്തിൽ സ്വീകരിക്കപ്പെടുകയാണ്, നമ്മൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടും, ഇതിൻ്റെ ദേശീയ തലത്തിലെ സ്വീകാര്യതയും കേരളത്തിലെ ഈ വസ്തുതകളുണ്ട്, എത്ര ശേഖരിച്ചു എന്ന ഈ വസ്തുതയൊക്കെ കാണിക്കുന്നത് എന്താ? അത് എതിർപ്പൊക്കെ വരും. ഏതൊരു പുതിയ കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ എതിർപ്പ് വരും. എതിർക്കുമ്പോഴേക്കും നമ്മൾ പിന്മാറിയാൽ നാട്ടിൽ ഒരു മാറ്റം വരില്ല. പൈസ വാങ്ങിക്കാനുള്ള പരിപാടിയാണ് അല്ലെ? കൊള്ളയാണ്, എന്നാണ്, പിടിച്ചുപറിയാണ്. ഹരിതകർമ്മസേന ഈ പാവപ്പെട്ട സ്ത്രീകൾ പിടിച്ചുപറിക്കാരാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചില്ലേ? സർക്കാർ അവരുടെ കൂടെ ഉറച്ചു നിന്നതുകൊണ്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തതുകൊണ്ടും ഇപ്പത് അംഗീകരിക്കപ്പെട്ടല്ലോ, അംഗീകരിക്കപ്പെട്ടു. ഏറ്റവും പ്രധാന ആളുകൾ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ നമ്മുടെയൊക്കെ അനുഭവം മാറി മാറി വരുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബോധ്യമാവും ഓരോ ആളുകൾക്കും. അതായത് നമ്മൾ വേസ്റ്റ് ആണെങ്കിൽ അത് ഒന്നിച്ചൊരു കൊട്ടയിലിടലാണല്ലോ, ഇനി അഥവാ ചെയ്തരുത്, ഇപ്പോൾ വേർതിരിച്ചിടാൻ തുടങ്ങി. ലോകത്തൊരു എല്ലാ പരിഷ്കൃത സമൂഹത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കതിന് കുറച്ചധികം എന്താ പറയുക, നിർബന്ധം പിടിക്കേണ്ടി വന്നു. നമ്മൾ ബാക്കി പല കാര്യത്തിലും വലിയ കേമന്മാരാണ്, പരിഷ്കൃതരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ചില കാര്യത്തിലാണ്, ശരിയാണ്. പക്ഷെ പ്രാഥമികമായ കാര്യത്തിൽ ഈ അപരിഷ്കൃതമായൊരു സമീപനം
നിലനിൽക്കുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞതിപ്പോൾ ഈ വലിച്ചെറിയുന്ന കാര്യം. ഇനി വേറൊരു ഒരു കാപട്യം ഇതിലുണ്ട്. ഈ വലിച്ചെറിയുന്ന ആൾക്കാരൊക്കെ തന്നെ വിദേശത്ത് പോയാൽ എത്ര അച്ചടക്കത്തോടെ പെരുമാറും അല്ലേ? അവിടെയൊക്കെ കാണണം, അതിനെ പ്രശംസിക്കും ഇവിടെ വന്നത്. അതൊക്കെ നിങ്ങൾ ദുബായി പോയിട്ട് കണ്ടു പഠിക്കണം അല്ലേ? ഇങ്ങനെ പറയുന്ന കാപട്യം ഉണ്ടല്ലോ. പിന്നെ എന്ത് ചെയ്യും? ഫേസ്ബുക്കിൽ കയറിയിട്ട്, അവിടെ പിന്നെ എല്ലാവരും ഉത്തമന്മാരാണല്ലോ. ഫേസ്ബുക്കിൽ കയറിയിട്ടാണ് ഇവരുടെ ഈ ഒരു വാചകമടിയുണ്ട്. നിങ്ങൾ സിംഗപ്പൂരിലെ തെരുവുകൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു വൃത്തിയാണ്, ഒരു കടലാസ് കഷ്ണം പോലും കാണില്ല. എന്താണ് ഈ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവാത്തത്? കേരളത്തിൽ ആ മര്യാദ ഇവർ കാണിക്കാത്തതുകൊണ്ട് അല്ലേ? ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്ന ഇത് ഗവൺമെന്റ് മാത്രം ചെയ്യേണ്ട കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി ചെയ്യേണ്ട പണിയും സർക്കാർ ചെയ്യേണ്ട പണിയും കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തു. നല്ല സിസ്റ്റം നമുക്കുണ്ടായി. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം തൽക്കാലത്തേക്ക് സംഭരിക്കാനുള്ള മിനി MCFകൾ 7000 എണ്ണാണ് 2 കൊല്ലം ഉണ്ടായിരുന്നത്. ഇന്ന് 20,000-ലധികം ഉണ്ട്, 3 ഇരട്ടിയായി. MCF വളരെ കുറച്ച് തദ്ദേശ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള MCF, കൺവെയർ ബെൽറ്റും അതുപോലുള്ള സംവിധാനങ്ങളും എല്ലാം ഉള്ള ബെയിലിംഗ് മെഷീനും ഒക്കെയുള്ള MCF ഇന്ന് 1000 ഏറെക്കുറെ 15 സ്ഥാപനങ്ങൾ കൂടിയാണ് സ്വന്തം MCF വരാനുള്ളൂ. ബാക്കി എല്ലായിടത്തും വന്നു കഴിഞ്ഞു. പിന്നെ RRFന്റെ എണ്ണ ഇരട്ടിയായി. RRF എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലെവലിലെ സെഗ്രിഗേഷൻ, രണ്ടാമത്തെ ലെവലിലെ സെഗ്രിഗേഷനാണ്. ആദ്യത്തെ ലെവൽ സെഗ്രിഗേഷൻ MCFൽ നടക്കും. രണ്ടാമത്തെ ലെവലിലുള്ള സെഗ്രിഗേഷനാണ് RRFൽ നടക്കുക. RRFന്റെ എണ്ണം കേരളത്തിലെ ഇരട്ടിയായി. ഒരു ബ്ലോക്കിൽ ഒന്നൊന്നാണ് കണ്ടത്, അതിൽ കൂടുതലായി. അപ്പോൾ ആ സിസ്റ്റം പക്ക ആണ് ഇപ്പോൾ. പിന്നെ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്തവരാണ് ഇമാതിരിയൊക്കെ എല്ലാം അറിയാന്നുള്ള മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ കമന്റ് എടുക്കുന്നവർക്ക് ഉള്ള നാട്യം അതാണ്. ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ന മട്ടിലല്ലേ പലരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് ഈ മാലിന്യം തരംതിരിക്കുന്നു. 2 ലെവൽ തരംതിരിക്കൽ നടത്തുന്നു. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും പുനരുപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരത്തിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് മുഴുവൻ സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. റീസൈക്കിൾ ചെയ്യാവുന്നത് നമ്മൾ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഫെസിലിറ്റികളിലേക്ക് കൊണ്ടുപോകുന്നു. റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നു. ഇതാണ് പ്രോസസ്സ്. ഇപ്പം ഈ കവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പലതും, അതൊന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സിന് ആവശ്യമായിട്ട് പിന്നെ വേണ്ടത് എന്താ? റീസൈക്ലിംഗ് ഫെസിലിറ്റിയാണ്. നമ്മൾ കേരളത്തിൽ പൊതുമേഖലയിൽ റീസൈക്ലിംഗ് ഫെസിലിറ്റി പത്തനംതിട്ടയിൽ കുന്നന്താനത്ത് വലിയ സംവിധാനം തുടങ്ങി. പിന്നെ സ്വകാര്യ മേഖലയിലും റീസൈക്ലിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെയുള്ള പ്രശ്നം റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ്. നേരിട്ട് സിമെൻറ്റ് ഫാക്ടറികളിലേക്ക് അയക്കലായിരുന്നു. അത് അധികകാലം ഇനി തുടരാൻ പറ്റില്ല, കാരണം അവിടെ എതിർപ്പ് വരാൻ തുടങ്ങി അങ്ങനെ അയക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ RDF ആക്കുന്നു. RDF എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഡിറൈവ്ഡ് ഫ്യൂവൽ ആണ്. അത് ഈ റിജക്ട് വേസ്റ്റ് ഫ്യൂവലാക്കി മാറ്റി, ഫ്യൂവൽ ബ്ലോക്കാക്കി മാറ്റി അതിനെ സിമെൻറ്റ് ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് ഇന്ധനമാക്കുന്നു, അവിടെ കത്തിക്കാൻ ഉപയോഗിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ RDF പ്ലാന്റ് വേണം. ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയാം, ഞങ്ങൾ ചെയ്യുന്ന പണി ചെയ്യാത്തോണ്ടാന്ന് പറയുന്നവരുണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ റിജക്ട് വേസ്റ്റ് മുഴുവൻ RDF ആക്കുന്ന പ്ലാന്റ് കേരളത്തിൻ്റെ ആവശ്യം മുഴുവൻ നിറവേറ്റാനുള്ള പ്ലാന്റ് 2 മാസം കൊണ്ട് പൂർത്തിയാവും. ഇപ്പൊ നമുക്കുണ്ട്, കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് നമുക്ക് 2 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ സിസ്റ്റം അത്ര കാര്യക്ഷമമായിട്ടാണ്. അടുത്ത വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടം, പിന്നൊരു വലിയ പ്രശ്നമാണല്ലോ ഈ സാനിറ്ററി വേസ്റ്റ്. സാനിറ്ററി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള. ഒന്ന്, ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ആർത്തവകാലത്ത് ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് എന്ത് ചെയ്യും എന്നൊരു പ്രശ്നമാണ്. കിടപ്പ് രോഗികൾ, 1 ലക്ഷത്തോളം കിടപ്പ് രോഗികളുണ്ട്. അവരുപയോഗിക്കുന്ന ഡയപ്പർ, ഈ ഡയപ്പറും ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്, സംസ്കരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. അത് പലർക്കും അറിയാത്തതുകൊണ്ടാണിത്. ഇപ്പം എന്നെ ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചു. 3 സെൻറ്റ് സ്ഥലമാണ്, അവിടെ മകൻ കിടപ്പ് രോഗിയാണ്. ഡയപ്പർ എല്ലാ ദിവസവും 1-ൽ കൂടുതൽ ഉപയോഗിക്കണം, എല്ലാ ദിവസവും. ഈ 3 സെൻറ്റ് സ്ഥലത്ത് വരുന്നത് എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഒരു സംവിധാനം ഏർപ്പാടാക്കി കൊടുത്തു. ശാശ്വതമായിട്ടുള്ളതല്ല, തൽക്കാലത്തേക്ക്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? ഇത് സംസ്കരിക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയും. എടുക്കാത്തതുകൊണ്ട് പ്രത്യേകമായിട്ട് ആളുകൾ വന്ന് എടുത്തോണ്ട് പൈസ കൊടുത്തിട്ട്. അതെ, കനാലിലും തോട്ടിലും ഒക്കെയാണ് വലിച്ചെറിയുന്നത്. നമ്മളിപ്പോൾ അടുത്തൊരു ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ
കേരളത്തിൽ 4 റീജിയണൽ ഫെസിലിറ്റി വരികയാണ് 4 മേഖലകളിലായിട്ട്. അതോടുകൂടി കേരളത്തിൽ പ്രതിദിനം ഉണ്ടാകുന്ന സാനിറ്ററി വേസ്റ്റ് 100 ടൺ എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 120 ടൺ സംസ്കരിക്കാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കും. ഈ ഗവൺമെൻറ് കാലാവധിക്കുള്ളിൽ ഉണ്ടാവും. പക്ഷേ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തിൽ പറയുന്നത്. അത് രണ്ടും വലിയ നേട്ടമാണ്. അപ്പോൾ അതോടുകൂടി സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഏറെക്കൂടെ നമ്മൾ പരിഹരിക്കാൻ പറ്റും. ആ സിസ്റ്റം കൃത്യമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, വലിച്ചെറിയുന്ന മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. ആ മനോഭാവത്തെയാണ് ഞാൻ വിമർശിച്ചത്. ഞാൻ സിസ്റ്റത്തിനൊന്നും നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ടൊരു സിസ്റ്റം. ബ്രഹ്മപുരം ഒരു ഉദാഹരണമല്ലേ? അത് ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ബ്രഹ്മപുരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പം ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഇപ്പോഴും വലിച്ചെറിയുക, അത് വെള്ളത്തിലും മറ്റും കൊണ്ടുപോയി തട്ടുക എന്നുള്ളത് ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ചുമത്തിയ പിഴ 11 കോടിയാണ്. 11 കോടിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഈ ആളുകളുടെ ഈ പ്രവണത എപ്പോഴും തുടരുന്നു എന്നുള്ളത്. അപ്പം അത് വിമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. എതിർപ്പുണ്ടാവും എന്നുള്ളത് കൊണ്ട് പറയാനുള്ളതൊന്നും പറയാതിരിക്കില്ല. ഇപ്പം ഈ നിങ്ങളെ ഒരു 4 വർഷത്തെ ഈ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരുപക്ഷെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ബ്രഹ്മപുരം തീപിടുത്താണ്. ഇപ്പോഴും ആ വാർത്ത വന്ന ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും അത് ഓർമ്മയിൽ വെക്കും. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു അത്രമാത്രം ആരോപണങ്ങളിലേക്ക് തുടർ ദിവസങ്ങൾ പോയി, ഒരു ചങ്ങല പോലെ പ്രതിപക്ഷം അതിലേക്ക് ഇറങ്ങി. പക്ഷെ അന്ന് മന്ത്രി അതിനെ വേറെ തരത്തിൽ, അതായത് സാധാരണ രാഷ്ട്രീയത്തിൽ കാണുന്ന ഭൂരിഭാഗവും കാണുന്നത് നമ്മൾ അതിനെ ന്യായീകരിക്കാനും തർക്കിക്കാനും ഒക്കെ അവസരം ഒരുക്കുക എന്നാണ്. പക്ഷെ അന്ന് മിനിസ്റ്റർ അതിലേക്ക് പോകാതെ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കുമ്പം അന്ന് അത്ര ആത്മവിശ്വാസത്തിലാണോ ഇവിടത്തേക്ക് ഇത് ചെന്നെത്തിക്കാം എന്നുള്ള അത്രമാത്രം ആത്മവിശ്വാസം അന്ന് ഉണ്ടായിരുന്നോ എന്ന് പറയുന്നത്? അല്ല, ചെയ്തേ പറ്റൂ എന്ന ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് പറയുമ്പോഴാണല്ലോ നമുക്കൊരു ഉത്തരവാദിത്വം വരുന്നത്. നാളെ സമാധാനം പറയണമല്ലോ. ഞാൻ അസംബ്ലിയിലാണ് പറഞ്ഞത് 2 വാചകം എനിക്ക് നല്ല ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. ഒന്ന്, ഇതൊരു ആപത്താണ്. ഈ ആപത്തിനെ സർക്കാർ ഒരു അവസരമായിട്ട് കാണുന്നു, ബ്രഹ്മപുരത്തെ മാത്രമല്ല കേരളത്തെ മുഴുവൻ വൃത്തിയാക്കാൻ. രണ്ടാമത് പറഞ്ഞത് ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കുന്നതാണ്. അതെ, ഭയങ്കരമായി പരിഹസിക്കപ്പെട്ടു, ട്രോൾ ഉണ്ടായി. ഇന്നലെ ഞാനൊരു ടെലിവിഷൻ ചാനലിൽ, എനിക്ക് അവരോട് നന്ദിയുണ്ട്. അപൂർവമായിട്ട് നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും അന്വേഷിക്കാറുള്ളൂ. വിവാദം കഴിഞ്ഞാൽ അവരത് ഉപേക്ഷിക്കലാണ് പതിവ്. മിക്കവാറും ചാനലുകൾ അതാ ചെയ്തതും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതാ ചെയ്തതും. അവരന്വേഷിച്ച് പോയിട്ട് അവർ പറഞ്ഞു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമായി. എന്നിട്ട് പൂക്കൾ വിടർന്നു നിൽക്കുന്നതും അവിടെ ശലഭങ്ങൾ വന്നിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള മനോഹരമായ ദൃശ്യം കാണിച്ചു. അങ്ങനെ അപൂർവമായിട്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്, കാണിക്കുന്നതൊക്കെ. അപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ വലിയ പരിഹാസമുണ്ടായി, വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു കേട്ടോ. പ്രഖ്യാപനം നടത്തി, ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. അന്നാണെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ ബയോമൈനിങ് ഏറ്റെടുത്തിരുന്ന കമ്പനി അതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിരുന്നു. അതിനെപ്പറ്റി വലിയ ആരോപണങ്ങളുണ്ടായി. ആരോപണങ്ങൾക്ക് പിന്നെ പഞ്ഞല്ലോ, ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയുമല്ലോ. അന്ന് രാഷ്ട്രീയ ആരോപണങ്ങളുണ്ടായി, അഴിമതി ആരോപണങ്ങളുണ്ടായി. ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളതിലൊന്നും നോക്കിയിട്ടില്ല. ആ കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടു, അവർ ടെർമിനേറ്റ് ചെയ്തു. അവരൊരിക്കലും വിചാരിച്ചില്ല, ഈ ആരോപണം ഉന്നയിച്ചവർ ഒരിക്കലും അത് വിചാരിച്ചില്ല. ടെർമിനേറ്റ് ചെയ്തതെന്ന് മാത്രമല്ല, പുതിയ ടെൻഡർ ചെയ്ത് പുതുതായിട്ട് ഏൽപ്പിച്ചു. ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമല 9 ലക്ഷം മെട്രിക് ടൺ 110 ഏക്കറിൽ വ്യാപിച്ചു കിടന്ന സ്ഥലം 90% നീക്കം ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു മാസം കൊണ്ട് മഴ മാറിയിപ്പോൾ, മഴ മാറിക്കഴിഞ്ഞാൽ ബാക്കി 10% കൂടി നീക്കം ചെയ്യും. വിശാലമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ വലിയ ആധുനിക വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ വരാൻ പോവുകയാണ്. ഒന്ന് CBG പ്ലാന്റ് വന്നു. 150 ടൺ മാലിന്യം പ്രതിദിനം സംസ്കരിച്ച് ഗ്യാസാക്കി മാറ്റാൻ പറ്റുന്ന വൻകിട പ്ലാന്റ്, 93 കോടി രൂപയുടെ പ്ലാന്റ് വന്നു. ട്രയൽ റണ്ണും വിജയകരമായിട്ട് നടത്തി. അപ്പോൾ ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയ കാര്യമാണ്. റെക്കോർഡ് വേഗത്തിലാണ്. 2 കൊല്ലം കൊണ്ട് ഇത്ര വലിയൊരു പ്ലാന്റ് അവിടെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഫലമാണ്. കോർപ്പറേഷൻ്റെ മാത്രം തലയിൽ വെച്ച് കൊടുത്തിട്ട് ഒഴിയല്ല ഗവൺമെൻറ് ചെയ്തത്. ഗവൺമെൻറ് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ചെയ്തത്. ഞാൻ ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായപ്പോൾ 12 ദിവസം തീ നിന്ന് കത്തി. 12ാമത്തെ ദിവസം തീ അടച്ചിട്ട് ഞങ്ങൾ പോയി കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടി ഒരു ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചു. ആ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നേ. ഒരാഴ്ച നേരിട്ട് കൊച്ചിയിൽ താമസിച്ചാണ്, മുഴുവൻ വാർഡിലും പോയിട്ടാണ് ഈ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടാണ്
ഈ എതിർപ്പ് മറികടന്ന് ഇതിന് നടപടികൾക്ക് ഞാനും മേയറും ഒരുമിച്ച് നിന്ന്, ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടാണ്, ഒരാഴ്ചയാണ് താമസിച്ചത്. ആ നിലയിൽ ഗവൺമെൻറ് കോർപ്പറേഷനൊപ്പം നിന്നോടെ അതിൻ്റെ മാറ്റം കൊച്ചിയിലുണ്ടായി, ബ്രഹ്മപുരത്തുണ്ടായി. ബ്രഹ്മപുരത്ത് മാത്രമല്ല, കേരളത്തിലാകെ മാറ്റമുണ്ടായി. അപ്പോൾ കേരളം എങ്ങനെ മാറി എന്നതിൻ്റെ ഒരു സ്പെസിമെനാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മപുരം എന്ന്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ, കേരളത്തിൻ്റെ ജീവിതത്തെ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ബ്രഹ്മപുരം ഇങ്ങനെ മാറും എന്ന്? ബ്രഹ്മപുരം മാത്രമല്ല, കേരളത്തിൽ 25 വലിയ മാലിന്യ കൂനകൾ അത് ഇന്നില്ലാതായി കഴിഞ്ഞു. ബാക്കി ഉള്ള സ്ഥലത്ത് മാലിന്യം നീക്കുന്ന പ്രവർത്തനം തകൃതിയായിട്ട് നടക്കുന്നു. അടുത്തൊരു 1.5 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയിൽ മാലിന്യ മലകളില്ലാത്ത ഏക സംസ്ഥാനമായിട്ട് കേരളം മാറും, അല്ലെങ്കിൽ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറും. അതിപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. ബ്രഹ്മപുരം ചെയ്യാമെങ്കിൽ പിന്നെ വേറെ എവിടെയും ചെയ്യുന്നതിന് പ്രയാസമില്ല. ഏറ്റവും വലിയ വെല്ലുവിളി ബ്രഹ്മപുരമായിരുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടതായിരിക്കും മാലിന്യ കൂനകളില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത്. ഈ നഗരവികസന നയം ആലോചിക്കാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണോ? അതായത് 25 വർഷത്തിനപ്പുറത്തുള്ളൊരു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നഗരം വൽക്കരണമാണ് കേരളം ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിഭാസം. അതിൻ്റെ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രതിഭാസത്തെ ഉയർത്തുന്ന വെല്ലുവിളികളെ നമുക്ക് ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും. ആ വെല്ലുവിളികളെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയുകയും അത് തുറന്നു തരുന്ന വലിയ സാധ്യതകൾ ഉപയോഗിക്കാനും കഴിഞ്ഞാൽ ഇത് വലിയ അനുഗ്രഹവുമാണ്. അപ്പം അത് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നതിൻ്റെ കാരണം, ഞാൻ മന്ത്രിയായതിൻ്റെ 2ാമത്തെ ദിവസമാണ് കൊച്ചിയിൽ GCDA ഒരു ഇന്ത്യയിലെ പ്രധാന നഗരവിദഗ്ധരെയൊക്കെ വിളിച്ചു ചേർത്ത്, വളരെ വിപുലമായതല്ല, പക്ഷേ ഒരു നമ്മുടെ മറ്റേ ബോൾഗാട്ടി പാലസിൽ വെച്ചൊരു സെമിനാർ സംഘടിപ്പിച്ചത്. ഞാനതിൽ മുൻകൂട്ടി പങ്കെടുക്കാൻ നിശ്ചയിച്ച ആളല്ല, കാരണം ഞാൻ മന്ത്രിയായതിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ചന്ദ്രൻപിള്ള GCDA ചെയർമാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രി ഒന്ന് വരണം. തലേന്നാണ് വിളിച്ചു വരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാനുള്ള അവസരമാണല്ലോ എന്നുള്ളത് ഞാൻ പോയി. അവിടെ ഞാൻ ആ ചർച്ചകൾ മുഴുവൻ കേട്ടപ്പോൾ ഇന്ത്യയിലെ പലയിടത്തു നിന്നുള്ള നഗരവിദഗ്ധരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവവും പ്രാധാന്യവും ബോധ്യപ്പെട്ടത്. പിന്നെ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഈ നഗര മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു രേഖയും അംഗീകരിച്ചിട്ടുണ്ട്. അതും ഇതിന് ഒരു പ്രേരണയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ത്യയിൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ്. ദേശീയ നഗരവൽക്കരണത്തിൻ്റെ ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ്, ആഗോള ശരാശരിയേക്കാളും കൂടുതലാണ് കേരളത്തിൻ്റെ. ഇത് നമ്മൾ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ശരിയായിട്ട് അഭിസംബോധന ചെയ്താലോ വലിയൊരു അവസരമാണ്. കാരണം കേരളം ഒറ്റ നഗരമാണ് ആയിക്കൊണ്ടിരിക്കുക. നഗര ഗ്രാമ വ്യത്യാസം കേരളത്തിൽ ഏറെക്കുറല്ലാതായല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളം യഥാർത്ഥത്തിൽ ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. അപ്പം അതിന് ശാസ്ത്രീയമായൊരു നയം വേണം. ശാസ്ത്രീയമായൊരു നയത്തിലെത്തണമെങ്കിൽ സമഗ്രവും ശാസ്ത്രീയവുമായ പഠനം വേണം. അതിന് ലോകപ്രസിദ്ധരായിട്ടുള്ള വിദഗ്ധരെ അടങ്ങുന്നൊരു കമ്മീഷനെ നിയോഗിച്ചു. ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രമുഖരെ. ആ കമ്മീഷൻ പഠനം നടത്തി. സാധാരണ പല കമ്മീഷനും പോലെ കാലതാമസമൊന്നും ഉണ്ടായില്ല. കൃത്യസമയത്ത് വളരെ ആധികാരികമായിട്ട് പഠന റിപ്പോർട്ട്, 2500 പേജുള്ളൊരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടാർ തന്നെ പറഞ്ഞത് ഈ റിപ്പോർട്ട് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ പ്രയോജനപ്പെടുന്നതാണെന്നാണ്. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിൻ്റെ, അതിനെ ഒരു നയമാക്കി രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അർബൻ കോൺക്ലേവ് നടത്തിയത്. അതിൽ ലോകത്താകെയുള്ള നഗരകാര്യ വിദഗ്ധർ, ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള നഗരകാര്യ മന്ത്രിമാർ, മേയർമാർ, ഇന്ത്യയിലെ ഇവരെല്ലാം പങ്കെടുത്തു. 2 ദിവസത്തെ വളരെ ആഴത്തിലുള്ള ചർച്ചകൾ ആണ് നടന്നത്. 300ഓളം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. അത് അധികം വൈകാതെ നമ്മളൊരു കരട് നയം മന്ത്രിസഭയുടെ മുമ്പാകെ കൊണ്ടുവരും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം നഗരവൽക്കരണത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതും നഗര നയം ആവിഷ്കരിക്കുന്നതും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റും ഇതുപോലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പോകുന്നു എന്നാണ്. കേരളത്തിൻ്റെ മാതൃകയിൽ ഈ കോൺക്ലേവുകളുടെ റിസൾട്ടാണ് സമൂഹത്തിൽ കാണുക. പലപ്പോഴും അങ്ങനെയാണല്ലോ, അതിൽ നിന്നാണ് ആശയം രൂപീകരിക്കപ്പെടുക. സമീപ നാളുകളിൽ ഇപ്പോൾ കോൺക്ലേവുകൾ പരിഹസിക്കപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഈ കോൺക്ലേവ് നടത്തലാണ് പരിപാടി
എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിസൾട്ടിലേക്ക് ശ്രദ്ധ ചെല്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള വിമർശനം ഉണ്ടോ? ഈ പരിഹാസം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. ഏത് പുതിയ കാര്യത്തിനും പരിഹാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതാ ഉദാഹരണം പറഞ്ഞു. ഹരിതകർമ്മസേന വന്നു, പരിഹാസമായിരുന്നു. മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞു, പരിഹാസമായിരുന്നു. ബ്രഹ്മപുരം പൂങ്കാവനമാക്കെന്ന് പറഞ്ഞു, ഇതാ അടുത്ത തള്ള് എന്നായിരുന്നു. നമ്മൾ ആ പരിഹാസത്തെ ഒന്നും കണക്കിലെടുക്കാറില്ല. ചില കാര്യങ്ങൾ ലക്ഷ്യം ഇട്ടിട്ടുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ്. പരിഹസിക്കുന്നവർ പരിഹസിച്ച് തളരട്ടെ എന്നതല്ലാതെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഓരോ വകുപ്പിനെ സംബന്ധിച്ച് ആ വകുപ്പ് കൈവരിക്കാൻ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലെത്താൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂട്ടായിട്ട് ഏകോപനത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, ഈ പരിഹസിച്ചവരെന്തായി? ഇപ്പോൾ ബ്രഹ്മപുരത്തെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഓർക്കുന്നില്ലേ, എത്ര ദിവസം എന്നും ചർച്ചയായിരുന്നു. ആരോപണങ്ങൾ, വാദകോലാഹലങ്ങൾ, ടെലിവിഷൻ ചർച്ചകൾ, വലിയ തലക്കെട്ടുകൾ. തീ അണച്ചു, പുകയടങ്ങി, എല്ലാവർക്കും ശ്വാസം കിട്ടാൻ തുടങ്ങി. അടുത്ത വിവാദം അന്വേഷിച്ച് എല്ലാവരും പോയല്ലോ. എല്ലാവരും ഇത് ഉപേക്ഷിച്ചു. പക്ഷെ ഗവൺമെൻറ് ഇത് ഉപേക്ഷിച്ചില്ല. വിവാദങ്ങളുടെ പുറകെ പോയവർക്ക് ഒരു വിവാദം കഴിഞ്ഞു, അടുത്ത വിവാദം മതി. പക്ഷെ ഞങ്ങൾ ആ വിവാദം കെട്ടടങ്ങിയപ്പോൾ ഞങ്ങൾ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ പരിഹാസം നടക്കട്ടെ, ഞങ്ങൾക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ ഇതിന് റിസൾട്ട് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് കിട്ടും എന്നുള്ളത്, ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ നമുക്ക് അനുഭവം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവും. ഉദാഹരണത്തിന് KSMART ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത്, അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അപ്പോൾ അതിൻ്റെ ഒരു നേരിട്ടുള്ള ഉപയോക്താവാണ് ഞാൻ. 2 സംഭവങ്ങളിൽ മരണ സർട്ടിഫിക്കറ്റ് ആയാലും അല്ലാതെ ആയാലും അന്ന് ഇതുപോലെ വിമർശനങ്ങൾ വന്നിരുന്നു. പക്ഷേ അന്ന് പെട്ടെന്ന് ആളുകളിലേക്ക് അത് എത്തിക്കുന്നതിൽ വിജയിച്ചു. പെട്ടെന്ന് ഇറക്കുമതി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, അതിന്റെ സർട്ടിഫിക്കറ്റ് പാതിരാത്രി വാർത്ത കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെ. അങ്ങനെ വന്നത് ഈ KSMARTന്റെ ഒക്കെ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇത് വിജയിക്കും എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവും നിഗമനവും ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം KSMART നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാ 15 ദിവസവും നേരിട്ട് മന്ത്രി റിവ്യൂ ചെയ്തിരുന്നൊരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അതിൻ്റെ നാൾവഴി പുരോഗതി എല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് ആത്മവിശ്വാസത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഭയങ്കര വിമർശനമൊക്കെ തുടക്കത്തിൽ വന്നല്ലോ. ഏത് കാര്യവും പുതുതായിട്ട് വരുമ്പോൾ എളുപ്പമല്ലല്ലോ. മാത്രമല്ല, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷനിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സ്വാഭാവികമല്ലേ, അത് സംഘർഷങ്ങളും ഉണ്ടാവുമല്ലോ. അതൊക്കെ വന്നു. അത് അന്നാണെങ്കിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഈ പ്രശ്നങ്ങൾ കൂടുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ കൂടുമല്ലോ. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യം എന്താ അറിയുക, തമാശയാണ്. ഈ KSMARTനെതിരെ വലിയ പ്രചരണമാണ്. KSMART അവതാളത്തിൽ ആകെ പ്രശ്നം എന്ന് പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് വാർത്ത കുറച്ച് കൂടും. അപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ രാവിലെ പത്രം നോക്കിയപ്പോൾ ഈ അന്ന് സ്മാർട്ട് സിറ്റി റോഡുകൾക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ടുണ്ട്. കുറച്ചൊരു കാലതാമസം ഒന്ന് വന്ന് ഓർക്കുന്നുണ്ടാവും. അതിനെ സംബന്ധിച്ച് പല പരാതികളൊക്കെ നിൽക്കുകയാണ് ഈ പൊളിച്ചിട്ട റോഡുകളുടെ കാര്യത്തിൽ. ഒരു ദിവസം തലക്കെട്ട്, ഇതോ KSMART എന്ന് പറഞ്ഞിട്ട് ഈ പൊളിഞ്ഞ റോഡുകളുടെ മറ്റേ ഫോട്ടോയും വെച്ചിട്ടൊരു വാർത്ത. KSMART ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറും റോഡും തമ്മിൽ എന്താ ബന്ധം? റോഡ് പണിയും തമ്മിലൊരു ബന്ധമില്ലല്ലോ. അപ്പം ഇമ്മാതിരിയായിരുന്നു അന്നത്തെ പരിഹാസമൊക്കെ, അല്ലെങ്കിൽ വാർത്തകളൊക്കെ. നമ്മളതൊന്നും കണക്കാക്കാൻ പോയില്ല. കാരണം ഒരു വിശ്വാസക്കാര്യത്തിലുണ്ടായിരുന്നു, ഇത് അത്ഭുതകരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കും എന്ന ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യം കൊണ്ട് തന്നെയാണ് ഒരു ഇഞ്ച് പിന്നോട്ട് വെച്ചിട്ടില്ല, മുന്നോട്ട് പോയി. ഞാൻ ഒറ്റ കണക്ക് പറയാം. KSMART ഉണ്ടാക്കിയൊരു മാറ്റം എൻ്റെ കയ്യിൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റുമല്ലോ, എല്ലാവർക്കും പറ്റിയത്. ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഇഷ്യൂ ചെയ്ത ബിൽഡിംഗ് പെർമിറ്റ് 66,862. 30 സെക്കൻഡ് കൊണ്ട്. പണ്ട് 3 മാസം വരെ എടുത്തിരുന്ന അനുഭവങ്ങളുണ്ട്. ഇപ്പം എനിക്കൊരു മന്ത്രിയായ ഉടനെ ഒരനുഭവം ഞാൻ പറയാം. എൻ്റെ വാട്സാപ്പിൽ വന്നൊരു മെസ്സേജാണ്. കേരളത്തിലൊരു നഗരസഭയിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി മാസങ്ങൾ കയറിയിറങ്ങിയ ഒരാൾ, പറഞ്ഞാലൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതായിരിക്കും, നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് അയച്ച മെസ്സേജാണ്. ആ നഗരസഭയിൽ ഞാൻ ഇങ്ങനെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി ഇത്ര കാലമായി കയറി ഇറങ്ങുന്നു. ആ നഗരസഭയിൽ ഒരിക്കൽ കയറിയാൽ ഒരു പന്നിപ്പടക്കമെങ്കിലും എറിയാതെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പോയിട്ട് ദേശയുടെ മുമ്പ് പോയി ഒച്ചാനിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ 300 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ 3200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടാണെങ്കിൽ നിങ്ങൾ ചട്ടപ്രകാരമുള്ള പ്ലാൻ അപ്ലോഡ് ചെയ്താൽ 30 സെക്കൻഡിൽ വാട്സാപ്പിൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും. പക്ഷെ പ്ലാൻ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചാവണം.
ചട്ടത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നേരിട്ടാണെങ്കിൽ ചിലപ്പോൾ ആ വേറെ നിലയ്ക്ക് കൈകാര്യം ചെയ്ത് കിട്ടുമായിരിക്കും. ആ പക്ഷേ ഇത് റൂൾ എഞ്ചിനാണ് വെരിഫൈ ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ വെരിഫൈ ചെയ്യുക, സോഫ്റ്റ്വെയർ കൈക്കൂലി വാങ്ങില്ല. ആ അങ്ങനെയുണ്ട്. സോഫ്റ്റ്വെയർ കൃത്യമായിട്ടായിരിക്കും. സോഫ്റ്റ്വെയർ എന്താണോ റൂള്, ആ റൂൾ അനുസരിച്ച് വെരിഫൈ ചെയ്യാൻ ചെയ്യാം. റൂള് അനുസരിച്ചല്ല പ്ലാനെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടില്ല. അതാണ് ചിലർ പരാതി പറയുന്നത്. ചിലർ പരാതി കേസ് മാറ്റുന്നുണ്ട്, കിട്ടില്ല, റൂൾ അനുസരിച്ചാണെങ്കിലേ കിട്ടൂ. അപ്പൊ ചട്ടം കടുകിട വ്യതിചലിക്കാതെ പ്ലാൻ സമർപ്പിച്ചാലേ കിട്ടൂ. അങ്ങനെ സമർപ്പിച്ചാൽ 30 സെക്കൻഡ് മതി. അത് ഞാൻ എണ്ണാണ് പറഞ്ഞത്. എല്ലാത്തിൻ്റെ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. വിവാഹ രജിസ്ട്രേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ വധൂവരന്മാർക്ക് വീഡിയോ കോൾ വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം കേരളമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ആദ്യത്തെ വിവാഹ രജിസ്ട്രേഷൻ അങ്ങനെ കേസ് പാർട്ട് വന്ന ശേഷം നടന്നത് ഭാര്യ മാനന്തവാടിയിലും ഭർത്താവ് കാനഡയിലും ആയിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റി. പണ്ടാണെങ്കിൽ കാനഡയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കിയിട്ട് ഇവിടെ വരണം. അത് അവരെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വീഡിയോ കോൾ വഴി മതി. അങ്ങനെ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങളുടെ കണക്ക് കൂടി ഞാൻ പറയാം. അത് മാത്രം പറയാം. മാരേജ് രജിസ്ട്രേഷൻ ത്രൂ വീഡിയോ KYC 57,519. 57,519 പേർക്ക് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പോകേണ്ടി വന്നില്ല. അതാണ് വ്യത്യാസം. ഇങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. ഓഫീസ് ഫയല് തീർപ്പാക്കണമെങ്കിൽ ഇപ്പോൾ 10 to 5 എന്നുള്ള പ്രശ്നമില്ല. ഓഫീസിലിരുന്നും ചെയ്യാം. തീർന്നില്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ വന്നാൽ ചെയ്യാം. വേറൊരു കണക്കുണ്ട്. എല്ലാ കണക്കും പറയാനുള്ള സമയമില്ലല്ലോ. ഓഫീസ് സമയത്തിന് പുറത്ത് തീർപ്പാക്കിയ ഫയലുകൾ ലക്ഷക്കണക്കിനാണ്. അവധി ദിവസങ്ങളിൽ തീർപ്പാക്കിയ ഫയലുകൾ ലക്ഷക്കണക്കിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നിലയിലുള്ള മാറ്റം വന്നു. പൂർണ്ണമായി ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സിസ്റ്റമാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടില്ല. പിന്നെ ജീവനക്കാരിൽ തന്നെ ഇത് വേണ്ടത്ര മനസ്സിലാക്കി കുറച്ച് സമയം എടുക്കുമല്ലോ ഒന്ന് പൂർണ്ണമായിട്ട് ശരിയായി വരാൻ. പക്ഷെ ഇപ്പൊ തന്നെ ഉണ്ടായ വലിയ മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഭരണ സംവിധാനം നടപടി എടുക്കുന്ന സമയത്ത് വ്യക്തികളെ പങ്കാളികളാക്കുക എന്നുള്ളത് സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ ആസൂത്രിതമായിട്ട് പങ്കാളികളാക്കുക എന്നുള്ളത് ഇപ്പോൾ യൂസർ ഫീ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ തന്നെ എക്സൈസ് വകുപ്പ് ഏറ്റവും ഒടുവിൽ കണ്ട കൗതുകരമായതും നേരെ മറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വലിയ ഡെപ്തിലുള്ളതുമായ ഒരു തീരുമാനമാണ് ഈ കുപ്പി തിരിച്ചു കൊണ്ടുവന്ന മദ്യം വാങ്ങിക്കുന്നതിന് കുപ്പിക്ക് പൈസ കൊടുക്കുന്ന ഒരു പരിപാടി. ഇപ്പം ഏറ്റവും കൂടുതൽ അതിൻ്റെ ആലോചന എന്തായി? അതോടൊപ്പം ഇങ്ങനെയുള്ള ആലോചന എല്ലാ വകുപ്പിലേക്കും കയ്യിലുള്ള വകുപ്പുകളിലൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആലോചനകൾ ആസൂത്രിതമായി തന്നെ ഇൻസിസ്റ്റ് ചെയ്യാൻ ആലോചിക്കും. ഇതിൽ എന്താ കാരണം എന്നറിയാം. 2 കാര്യമാണ്. ഒന്ന്, ബെവ്കോ 70 കോടി കുപ്പിയാണ് ഒരു വർഷം വിപണിയിലെത്തിക്കുന്നത്. 70 കോടി. അതിൽ 75% പ്ലാസ്റ്റിക്കാണ്. അത് മിക്കവാറും ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയലാണ്. ഈ വലിച്ചെറിയപ്പെടുന്ന മാലിന്യത്തിൽ നല്ലൊരു പങ്ക് മദ്യക്കുപ്പികളാണ്. അപ്പോൾ ഞാൻ സാധാരണ തമാശയായിട്ട് പറയും, വെള്ളത്തിൻ്റെ കുപ്പി തന്നെ ആൾക്കാർ വലിച്ചെറിയാണ്. വെള്ളം കുടിച്ചാൽ ബോധത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ബോധം പോയാൽ പിന്നെ അവർ ഇത് എവിടെയെങ്കിലും കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതിന് ചെയ്യൊന്നും ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ഒറ്റ മാർഗമേ പിന്നെ കണ്ടുള്ളൂ. ഒരു അധിക തുക നിക്ഷേപമായിട്ട് വാങ്ങുക. തിരിച്ചു കൊടുത്താൽ തിരിച്ചു തന്നാൽ ഈ പൈസ തിരിച്ചു കൊടുക്കുക. അല്ല വലിച്ചെറിഞ്ഞ് തീരും നിർബന്ധം ഉണ്ടെങ്കിൽ 20 രൂപ കളഞ്ഞിട്ട് വലിച്ചെറിയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ തിരിച്ചവിടെ കൊടുത്താൽ മതി. പുതിയ സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാവും. കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. ഒരുപാട് കോള് ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കുന്നവരുണ്ട്. പലരും എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചിലരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നൊരാളെന്നെ വിളിച്ചു. അത് നട്ടുച്ചയ്ക്കാ. അപ്പോൾ വിളിച്ചപ്പോൾ നാവൊക്കെ വഴുക്കി പോകുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യമായിട്ട് തന്നെ പറഞ്ഞു, നാവ് ശരിയായിട്ട് നിൽക്കുന്നില്ല, നമുക്ക് നാവ് നിൽക്കുന്ന സമയത്ത് സംസാരിച്ചാൽ പോരെന്ന് ചോദിച്ചു. പരാതി പറയുന്നതാണ് ഇത്. ആ എതിർപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ഇന്ന് തിരുവനന്തപുരത്തെ ഒരു കണക്ക് എൻ്റെ മുമ്പിൽ വന്നത്, തിരുവനന്തപുരത്താണല്ലോ പൈലറ്റായിട്ട് ഇത് നടപ്പാക്കിയത്. 1000 കിലോ കുപ്പി ഇതുവരെ തിരിച്ചു കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് വെറും 10 ഔട്ട്ലെറ്റിൽ നിന്ന്. കണ്ണൂരിലെ 10 ഔട്ട്ലെറ്റിൽ നിന്ന് നടപ്പാക്കിയ ദിവസം തിരിച്ചു വന്നത് 230 കിലോ കുപ്പിയാണ്. ഒറ്റ ദിവസം. നമ്മൾ കാണേണ്ടത് ഈ സംവിധാനം ഇല്ലെങ്കിൽ
ഇതൊക്കെ വലിച്ചെറിയ വെറുതെ പോവാ. ഇതിൻ്റെ 90% വലിച്ചെറിയാണ്. അതെ. അതല്ലേ ഇപ്പോൾ തടയുന്നത്. അപ്പം അതുകൊണ്ട് ഒരസൗകര്യമുണ്ട്, അത് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് എവിടുന്ന് വാങ്ങുന്നോ അവിടെ തന്നെ കൊടുക്കണമെന്നാണ്. എവിടുന്ന് വാങ്ങുന്നോ അവിടെ കൊടുക്കണം. അത് കുറച്ച് അസൗകര്യം ഉണ്ടാക്കുന്നു. അപ്പം ആ അസൗകര്യം പരിഹരിക്കാൻ എവിടെയും കൊടുക്കാം എന്നൊരു സംവിധാനം, ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാം എന്നൊരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ബെവ്കോയോട് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമാണ്. ആ പരാതി ന്യായമാണ്. അവിടെ വാങ്ങിയിടത്ത് തന്നെ കൊടുക്കുക എന്നുള്ളത്. കാരണം ഈ ഔട്ട്ലെറ്റിൻ്റെ പരിധിയിലിരുന്നാവില്ലല്ലോ ആൾക്കാർ കഴിക്കുന്നത് പലപ്പോഴും. അതൊരു ന്യായമായിട്ടുള്ള പരാതി, അത് പരിഹരിക്കും. ഒരു പ്രപ്പോസൽ ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്, പരിശോധിക്കാനിരിക്കുകയാണ്. അത് കിയോസ്കുകൾ സ്ഥാപിക്കും. ഒരു ഏജൻസി സമീപിച്ചിട്ടുണ്ട്. അവർ കിയോസ്ക് സ്ഥാപിക്കും. അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചാൽ അവർ തന്നെ പൈസ കൊടുക്കും. ആവശ്യത്തിന് കിയോസ്കുകൾ. അപ്പോൾ പിന്നെ ഈ വാങ്ങിയ ഔട്ട്ലെറ്റ് തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. അതിൻ്റെ ഫീസിബിലിറ്റി നോക്കാനിരിക്കുകയാണ്. അത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ വലിയ എല്ലാ എതിർപ്പും അതോടുകൂടി പരിഹരിക്കപ്പെടും. അതിൽ ഇവർ വീണ്ടും അടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് അടിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പൈസയാണല്ലോ, അതിൽ നിന്ന് അധികം വാങ്ങുന്നതല്ലേ. ഇതിനോട് അനുബന്ധിച്ചാണ് എക്സൈസ് വകുപ്പ് എന്നുള്ള ആൾക്ക് കേരളം ഇപ്പോൾ വലിയ ലഹരി പ്രശ്നം നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും മെട്രോ എന്നുള്ള നിലയിൽ കേരളം മൊത്തം ഒരു നഗരം എന്നുള്ള ആംഗിളിൽ തന്നെ ഒരു കേന്ദ്രീകൃതമായി പിന്നെ വിതരണം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് പലവിധ ലഹരികളാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ദീർഘകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നേരിടുന്നത്? ഇതിൽ കേരളത്തിലേക്ക് വരുന്ന ലഹരിയുടെ ഉറവിടം കേരളമല്ല, പ്രഭവ കേന്ദ്രം ഇവിടെയല്ല. ഉറവിടത്തിലെത്തുന്നില്ല എന്നാണ് പലരുടെയും പരാതി. അതിൻ്റെ പ്രധാന കാരണം എന്താ അറിയോ? കേരളത്തിലല്ല ഉറവിടം എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തുള്ള ഉറവിടത്തിൽ കേരള എക്സൈസിനോ പോലീസിനോ മാത്രം എത്തുക എളുപ്പമല്ല. എന്നാലും പ്രധാനപ്പെട്ട പല ഉറവിടങ്ങളും കണ്ടെത്തി തകർത്തു കേരളത്തിലെ പോലീസ് എക്സൈസ് നമ്മൾ കാണണം. ഏറ്റവും ഒടുവിൽ ഹരിയാനയിലെ ഗുർഗാവ് എന്നല്ലേ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ച ഒരു കേന്ദ്രമല്ലേ നമ്മൾ കണ്ടെത്തിയത്. നമ്മുടെ പോലീസാണ് കണ്ടെത്തിയത്. നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊരു വലിയ വാർത്തയിൽ 1-2 മാധ്യമങ്ങളെ ഇത് വാർത്ത കൊടുത്തുള്ളൂ കേട്ടോ. കാരണം വാർത്ത കൊടുത്താൽ കേരളത്തിലെ ഗവൺമെന്റിനോ പോലീസിനോ എക്സൈസിനോ ഒക്കെ ഒരു ക്രെഡിറ്റ് ആയിപ്പോയാലോ എന്ന് കരുതിയിട്ടായിരിക്കണം ഒരു ചാനൽ കാര്യമായിട്ട് അത് എടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹൈദരാബാദിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ശതകോടീശ്വരൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാസലഹരി നിർമ്മാണ ഫാക്ടറി തൃശ്ശൂർ സിറ്റി പോലീസ് പോയി കണ്ടെത്തിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. ജയിലിലാണ് ഇപ്പോൾ. എവിടെ? തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ഗവൺമെൻറ്റുകളുടെ കാര്യക്ഷമതയെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കണം. നമ്മൾ പോയിട്ടാണ് അൻഡമാനിൽ 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്തിയത് കേരള എക്സൈസാണ്. നമ്മൾ മഞ്ചേരിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻഡമാനിലാണ് ഇതിൻ്റെ ഉറവിടം എന്ന് കണ്ടെത്തി. അപ്പോൾ സാധാരണഗതിയിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിമാനയാത്ര നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി മന്ത്രിയുടെ വാങ്ങണം. ഇപ്പം ഞാൻ ഫോണിലാണ് അനുമതി കൊടുത്തത്. ഞാൻ ഫയൽ പിന്നീട് വരട്ടെ, കാരണം ഈ ഫയൽ ഇവിടെ എത്തി വരുമ്പോഴേക്കും ഈ സാധനം അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഫോണിൽ അനുമതി കൊടുത്തിട്ടാണ് അവർ സംഘം പോയത്. കണ്ടെത്തി ആ ബങ്കറിൽ വെച്ച് തന്നെ നശിപ്പിച്ചു, അൻഡമാനിലെ ഏജൻസികളെ കൂടി കൂട്ടിയിട്ട്. അത് കഴിഞ്ഞ് അൻഡമാനിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു. അവർ പറഞ്ഞു ആദ്യമായിട്ടാണ് പുറത്തു നിന്നൊരു ഏജൻസി ഈ വിവരവുമായിട്ട് അവിടെ വരുന്നത്. ഞങ്ങളെ തന്നെ ജാഗ്രത ഉള്ളതാക്കി ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു പ്രധാന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഹരിയാനയിൽ, ഹൈദരാബാദിൽ, അൻഡമാനിൽ ഒക്കെ നമ്മുടെ ഏജൻസികൾ അന്വേഷിച്ചെത്തി. ഇത് വരുന്ന പ്രധാന 2 കേന്ദ്രങ്ങൾ ബാംഗ്ലൂരും ഗോവയുമാണ്. അപ്പോൾ ഉറവിടം പൂർണ്ണമായിട്ടും തകർക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികളും വിവിധ സംസ്ഥാന ഏജൻസികളും കൂടി സഹകരിച്ച് പ്രവർത്തിക്കണം. ഈ മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സർക്കാർ ഏജൻസികളുടെ ഇടപെടലിനപ്പുറത്ത് സാമൂഹ്യമായൊരു മുന്നേറ്റം കൂടി, ബോധവൽക്കരണം, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള തിരിച്ചറിവൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ അതിന് ഉള്ള റിസൾട്ട് എങ്ങനെയാണ്? നല്ല റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഗവൺമെൻറ് ഒരു ദ്വിമുഖ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഒന്ന്, ഇതൊരു സാമൂഹ്യ വിപത്താണ്. സാമൂഹ്യ വിപത്തിന് സമൂഹത്തെ ആകാണി നിരത്തി നേരിടണം. ഓർക്കുന്നുണ്ടാവും, സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനും എക്സൈസ് മന്ത്രി സഹാധ്യക്ഷനുമായിട്ടുള്ള കമ്മിറ്റി തൊട്ട് ജില്ല, തദ്ദേശ സ്ഥാപനം, വാർഡ്, ഓരോ സ്കൂൾ തലത്തിലും കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങളെ മൊബിലൈസ് ചെയ്തു. വലിയ ബോധവൽക്കരണ പരിപാടി നടത്തി. 2 കോടി കുട്ടികളെ നിരത്തിയിട്ടാണ് നമ്മൾ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. ഓർക്കുന്നുണ്ടാവും.
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും മൊബിലൈസ് ചെയ്തു. അത് ഒരു തലം ബോധവൽക്കരണം. 2 ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ്. ഒരു മുഖം നോക്കാത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു. ശക്തമായ നടപടി എക്സൈസും പോലീസും സ്വീകരിച്ചു. അതിൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്തു പോയിട്ടുള്ളത്. അകത്ത് വലിയ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ എക്സൈസും അതുപോലെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസും ആരംഭിച്ചു. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ പരിശോധിച്ചു, 10,000-കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു, അറസ്റ്റ് നടത്തി. ഇപ്പോൾ വലിയ വ്യത്യാസം വന്നില്ലേ? ആ വ്യത്യാസം നാട് അനുഭവിച്ചു തുടങ്ങിയല്ലോ. ഇതിൽ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒന്ന് ഈ മാസ് മീഡിയകളാണ്. ഇപ്പോൾ സിനിമ അതുപോലെയുള്ള മേഖലകളിൽ നിന്നും വരുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ കലാ മേഖലയിൽ നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ, അവിടെ ഈ ലഹരി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ള വിമർശനം കൂടിയുണ്ട്. അത്തരത്തിലുള്ള എലമെൻറ്റുകൾ വർക്കാവോ? അത് ആളുകളിൽ അങ്ങനെ സ്വാധീനം ചെലുത്തുന്ന മന്ത്രി എന്നുള്ള എക്സൈസിനെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ? സിനിമയ്ക്കൊരു സ്വാധീനം ഉണ്ടല്ലോ സമൂഹത്തിൽ. സിനിമ പല നിലത്തിൽ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെയും വയലൻസിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന പ്രവണത കൂടിയിട്ടുണ്ട്. അവരുടെ ഒരു എന്താ പറയുക, സർഗാത്മക സ്വാതന്ത്ര്യം ഇതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സർഗാത്മകമായ സ്വാതന്ത്ര്യം ഒക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷനും അതുപോലെ മയക്കുമരുന്നുകളുടെ അതിൻ്റെ ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. അത് പ്രധാനമായിട്ടും മുൻകാലങ്ങളിലൊക്കെ സിനിമകളിൽ ഈ കൂടുതൽ ഇപ്പോൾ പറഞ്ഞ വയലൻസിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ മുഖ്യധാര സിനിമകൾ തന്നെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വരുന്നത്, അഡൾട്ട്സ് ഓൺലി സർട്ടിഫിക്കറ്റുമായിട്ടാണ് വരുന്നത്. എന്നാലും അത് കാണാൻ എല്ലാവരും ഈ നിയമത്തിനപ്പുറത്ത് എല്ലാവരും പോകുന്നുണ്ട്. അതിൻ്റെ കാര്യം ഈ പറയുന്ന പോലെ ലഹരിയും ഒപ്പം വയലൻസുമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് ആണ് സർട്ടിഫിക്കറ്റിൻ്റെ കാരണം. എന്നിട്ടും മുഖ്യധാരയിൽ അത് ഇടപെടുമ്പം വലിയ ആഘാതം ഉണ്ടാവും എന്നുള്ളത് പൊതുവെ വിമർശിക്കപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരുപാട് കാരണങ്ങളുണ്ട്. സിനിമ അതിലൊരു ഘടകമെന്നേ പറയാൻ പറ്റൂ. ഒരു വല്ലാത്തൊരു മനോഭാവം സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുകയല്ലേ. അത് ജനാധിപത്യ വിരുദ്ധതയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ ഏത് വിയോജിപ്പും അല്ലെങ്കിൽ അനിഷ്ടവും അടിച്ചു തീർക്കേണ്ടതാണ് എന്നൊരു മനോഭാവം അത് വന്നിട്ടില്ലേ. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, എന്താ പരിഹാരം? അടിക്കുക. ഈ മനോഭാവം അടിച്ചു തീർക്കാം എന്നൊരു മനോഭാവം വളരെ അപകടകരമായ ഒന്നാണ്. അതിപ്പോൾ എവിടം വരെ എത്തിയെന്ന് വെച്ചാൽ, കല്യാണ സദ്യക്ക് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ സാമ്പാർ വിളമ്പിയില്ല എന്ന് പറഞ്ഞിട്ട് അടി, ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ അടി. പണ്ട് ആകെ അടിപിടി ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? ബാറിലായിരുന്നു. ഇപ്പൊ ബാർ താരതമ്യേന ശാന്തമാണ്. പക്ഷെ ബാക്കി എല്ലായിടത്തും ഇതല്ലേ നടക്കുന്നത്, അടിയാണ്. സ്കൂളിൽ കുട്ടികൾ തമ്മിൽ അടി, ക്ലാസ്സിൽ തർക്കം വന്നാൽ അടിച്ചു തീർക്കുക. ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്, അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. അത് എവിടെ നിന്നുണ്ടായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തീർക്കാൻ ഒറ്റ വഴിയുള്ളൂ, അത് അടിച്ചു തീർക്കലാണ് എന്ന ഒരു മനോഭാവവും പ്രവണതയും സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ജനാധിപത്യ വിരുദ്ധത ഉണ്ടാകുന്നത് എങ്ങനെ? സമൂഹം കൂടുതൽ കൂടുതൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടതിൽ നിന്നുണ്ടാകുന്നതാണ്. രാഷ്ട്രീയ ബോധം കുറയുന്നു എന്നുള്ള ഒരു വിമർശനമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കളൊക്കെ യുവജന കുടുംബത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട്. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അടിച്ചിട്ടാണ്. ഇപ്പൊ അത്തരം ആത്മഹത്യകളൊക്കെ വരികയല്ലേ ഈ മർദ്ദനം സഹിക്കാൻ വയ്യാത്തോണ്ടല്ലോ. ഒരു ഭാഗത്ത് പുരോഗമന മൂല്യം കുടുംബം തന്നെ ഇങ്ങനെയുള്ള ഒരു വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധമായ പ്രവണത. ഇപ്പോൾ താങ്കൾ ഞാൻ പറഞ്ഞു വന്നത് യുവജന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ കാലവും ഈ കാലവും വലിയ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു അരാഷ്ട്രീയ സമീപനത്തിൻ്റെ കാര്യം പറയണം. ഇപ്പോൾ ലോകത്ത് ഉള്ള മനുഷ്യൻ്റെ കാഴ്ചയിലൂടെ എല്ലാം കാണും. ഇപ്പോൾ ആമസോണിലെ കാടിനെ തീപിടിച്ചു പറഞ്ഞ് ഇപ്പോൾ കളിയാക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഉണ്ടായിരുന്നു ആ കാലത്തല്ല. ഇന്ന് പക്ഷേ നമ്മളിലേക്ക് ഒതുങ്ങി ഒരു രാഷ്ട്രീയ ബോധ്യങ്ങളില്ലാത്ത സമൂഹമായി മാറുന്നുള്ള വിമർശനമുണ്ട്. ഞാൻ പറയുന്നത്, എനിക്ക് സഹതാപം തോന്നും ഇതൊക്കെ കേൾക്കുമ്പോഴേ. ആമസോൺ കാടുകൾക്ക് തീപിടിച്ചതിൽ ഇവിടെ പ്രതിഷേധിക്കുന്ന എന്തോ പരിഹാസമായി തീരാന്നൊക്കെ പറഞ്ഞാൽ, അത് അങ്ങനെ പറയുന്നവരുടെ ഒരു അവസ്ഥ ആലോചിച്ചാൽ നമുക്ക് സഹതാപവും അവരോട് പാപം തോന്നുകയാണ് ചെയ്യുക. എന്തൊരു തരം നിരക്ഷരതയാണ് എന്നുള്ളത്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ONVയുടെ പ്രസംഗം കേട്ടിട്ട് കോരിത്തിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം? ONV ഉള്ള പ്രസംഗം ഞാനത് മറക്കില്ല ഒരിക്കലും. 1974 സെപ്റ്റംബർ 11 ചിലിയിൽ അലിൻ്റെ CIA വധിച്ചു
എന്ന വാർത്ത ആകാശവാണിയിലൂടെ കേട്ടപ്പോൾ കൊല്ലം എസ് എൻ കോളേജിലെ കുട്ടികൾ ഉടൻ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയെന്നാണ്. ഒരാഹ്വാനത്തിനും കാത്തു നിൽക്കാതെ ആരെങ്കിലും പ്രസ്താവന പുറപ്പെടുവിച്ച് ആഹ്വാനം ചെയ്തിട്ടല്ല. ഈ വാർത്ത കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്തൊരു അനീതി ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെ ചാരസംഘടന CIA ഒരു അനീതി ചെയ്തിരിക്കുന്നു. എവിടെ? ഈ ഭൂഗോളത്തിൻ്റെ മറ്റേ പകുതിയിലാണ്. ചിലിയിൽ ഇത് സംഭവം നടന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു കാണില്ല, കാരണം ഇവിടെ രാത്രിയായിരിക്കും അവിടെ പകലാണെങ്കിൽ. ഈ വാർത്ത ആകാശവാണിയിലൂടെ വന്നപ്പോൾ ഒന്നും നോക്കാതെ അണപൊട്ടി രോഷം ഒഴുകിയെന്നാണ്. ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് തെരുവിലിറങ്ങി എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അന്ന് അദ്ദേഹം എനിക്കൊന്ന് അവിടെ കൊല്ലത്തെ മറ്റു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇത് വളരെ വികാരപരമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക നീതിബോധം, പിന്നെ മനുഷ്യൻ എവിടെയാണെങ്കിലും ഉള്ള ഒരു സാഹോദര്യ ബോധം, ഐക്യദാർഢ്യം ഒക്കെയാണ്. നീതിക്ക് വേണ്ടി പൊരുതുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം ഇതൊക്കെയാണ് ഈ മാനവികത എന്ന് പറയുന്നൊരു കാര്യം. ആ മാനവികത ഇല്ലാതാവുമ്പോഴാണ് ഇത്തരം പരിഹാസം ഉണ്ടാവുന്നത്. അത് ചേർത്ത് പറയേണ്ട കാര്യം, കഴിഞ്ഞ കാലത്ത് ഇപ്പൊ ഗാസയിൽ ഇഷ്യൂ ഉണ്ടാകുന്ന ഞാൻ കോളേജിൽ ചേരുമ്പോഴേ 1ാം വർഷ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോൾ ഞാൻ കോളേജിലേക്ക് ആദ്യം എത്തുമ്പോൾ കാണുന്ന കാഴ്ച റിലീസ് മണ്ടേല. അന്ന് നെൽസൺ മണ്ടേല ജയിലിലാണ്, 27 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. 100 കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഈ ബാഡ്ജ്, ഈ ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന മണ്ടേലയുടെ ചിത്രമുള്ള ബാഡ്ജും ആയിട്ട് വലിയ പ്ലക്കാർഡുകളും ഒക്കെ പിടിച്ചിട്ട് ഒറ്റപ്പാലം NSS കോളേജിൻ്റെ നടുമുറ്റത്തും വരാന്തയിലും കുട്ടികൾ മണ്ടേലയ്ക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. നോക്കൂ, ഇന്നാണെങ്കിൽ അത് എന്തോ വലിയ പരിഹാസമായിട്ട് മാറും ഇല്ലേ? ഗാസയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത് ലീലാവതി ടീച്ചറോട് ചെയ്തത് നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ സംഘപരിവാറിന്റെ ഒരു സമീപനം തന്നെയായിരുന്നു ഇത്രയും കാലം. ഇതിങ്ങനെ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ ഇറക്കിയൊരു നോട്ടീസ്, മന്ദൻ തലകളെ അറിവിൻ്റെ തൂവെളിച്ചം കൊണ്ട് ആക്രമിക്കുക എന്നതാണ്. ഇന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന മന്ദൻ തലകളുടെ എണ്ണം ഭയങ്കരമായിട്ട് പെരുകിയിട്ടുണ്ട്. അവിടേക്ക് വെളിച്ചം എത്തിക്കുക എന്നുള്ളത് വലിയ ജോലിയാണ്. ഈ വിദൂരമായിട്ടുള്ള ഊരുകളിലേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാം, അട്ടപ്പാടിയിലെയും ഒക്കെ. അതിനേക്കാൾ ദുഷ്കരമായിട്ടുള്ള ജോലിയാണ് ഇത്തരം മന്ദൻ തലകളിലേക്ക്, അല്ലെങ്കിൽ മന്ദൻ തല മാത്രമല്ല, ഇരുട്ട് നിറഞ്ഞ ഈ തലകളിലേക്ക് വിവേകത്തിൻ്റെ മാനവികതയുടെ ഒക്കെ വെളിച്ചെത്തിക്കുക എന്നുള്ളത്. അത് നേരത്തെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടായതും, പക്ഷേ നേരത്തെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ലോകത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക എന്നുള്ളത് പൊതുസമൂഹം. ഇപ്പം നേരത്തെ ഈ സംഘപരിവാർ ശക്തികളൊക്കെ സ്വീകരിക്കുന്ന ഒരു മാർഗം, ഇപ്പോൾ ഗാസയാണെങ്കിൽ ഉടനെ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളെ മുസ്ലിം പക്ഷപാതികൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ടിന് വേണ്ടി ചെയ്യുന്ന ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ആൾക്കാരാണെന്ന് ചിത്രീകരിക്കും. ഇപ്പോൾ മുഖ്യധാരയിൽ ഇപ്പോൾ കോൺഗ്രസും കേരളത്തിൽ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്, ഗാസയ്ക്ക് അനുകൂലമായി നിൽക്കുമ്പം അങ്ങനെ പറയാം, വേറൊരു ഇഷ്യൂ വരുമ്പം ഇങ്ങനെ പറയാം, അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് നിലപാടെടുക്കുന്ന ആളുകളെ മാറ്റുക, അതിലൂടെ നിശബ്ദരാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകണം. അത് പലസ്തീനൊപ്പം നിന്ന ആളാണ് മഹാത്മാഗാന്ധി. ഒന്ന് ചരിത്രത്തെക്കുറിച്ചൊന്നുള്ള തീർത്തുമുള്ള അജ്ഞത, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇത്തരം നിലപാട്. മഹാത്മാഗാന്ധി പലസ്തീൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. ആ കാലം മുതൽ ഇന്ത്യ സ്വീകരിച്ചു വന്നൊരു നിലപാടാണ്. അപ്പോൾ ഗാസയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. തെമ്മാടി രാഷ്ട്രം ഇസ്രായേലിനെ വിളിച്ചത് വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. റോക്ക് സ്റ്റേറ്റ് എന്ന് ചോംസ്കിയെ പോലുള്ള ആൾക്കാരെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടുവരുന്ന എന്തും പറയാം, ഇങ്ങനെയൊക്കെ പറയാമല്ലോ. ചോംസ്കിയെ പോലുള്ളവരാണ് വിശേഷിപ്പിച്ചത് റോക്ക് സ്റ്റേറ്റ് എന്ന വിശേഷണം നൽകിയിട്ടുള്ളത്, തെമ്മാടി രാഷ്ട്രം എന്നുള്ള വിശേഷണം. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയല്ലേ? ഇപ്പൊ UN പറഞ്ഞില്ലേ അവിടെ നടക്കുന്ന വംശഹത്യയാണ് എന്ന്. UN ഈ UN ലീലാവതി ടീച്ചറെ പോലെ ഏതോ ആളാണെന്ന് വിചാരിച്ചിട്ട് തെരുവിളിച്ച് കളയും. ഈ മറ്റേ പണ്ട് MTക്ക് മറ്റേ പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തുകൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ MT എന്നൊക്കെ പറയുന്നത് ആരുടെയോ ചുരുക്കപ്പേരാണ്. UN എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ തെരുവിളിച്ച് കളയും. UN വംശഹത്യയാണെന്ന് പറഞ്ഞില്ലേ? ഈ വ്യക്തിപരമായ ഓരോ മനുഷ്യന്റെയും അന്തസ് അതിൽ പ്രധാനമാണ്. അത് ലോകത്ത് ആമസോൺ കാടായാലും ഇനി ഗാസയിലെ മനുഷ്യനായാലും എല്ലാവരുടെയും അന്തസ് തിരിച്ചറിയാന്നുള്ളത്. സമീപകാലത്ത് കൂടുതൽ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ലൈഫിൻ്റെ വീട് കേന്ദ്രത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചുള്ള വീടുകളാണ്. ഈ വീടുകൾക്ക് മുന്നിൽ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്, നരേന്ദ്രമോദിയുടെ ചിത്രമോ അല്ലെങ്കിൽ സീലോ പതിക്കുക എന്നുള്ള ഒരു പുതിയ നിർദ്ദേശം, അത് വേണ്ടാന്ന് വെച്ചു. അന്തസ്സിനെ ഹനിക്കുന്നതാണെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ വേണ്ടാന്ന് വെച്ചു. അതിൽ ഉറച്ച നിലപാടാണോ? അതിൽ നിന്ന് മാറാൻ ചാൻസ് ഉണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എടുത്തിട്ടുള്ള പ്രഖ്യാപിച്ചൊരു നിലപാടാണ്.
അതിന് കാരണം അതിപ്പോൾ വേറെ എന്തെങ്കിലും രാഷ്ട്രീയമായ ഭാഷയുടെ ഒന്നും പ്രശ്നമല്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ബ്രാൻഡിങ് നിർബന്ധമാക്കുന്നു, അതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ, പൊതുവായ പദ്ധതികളുടെ കാര്യത്തിൽ ഇപ്പോൾ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ആയുഷ്മാൻ ആയുർ മന്ദിർ, അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ആ വാശി പിടിച്ചിട്ടില്ല. കാരണം അതൊരു പൊതുസ്ഥാപനമാണ്, അതിന് ബ്രാൻഡിങ് ആയിക്കോട്ടെ, അവർ നിർബന്ധം പിടിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം വ്യക്തിയുടെ അന്തസ്സിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരാൾക്കൊരു വീട് സർക്കാരിൻ്റെ സഹായത്തിൽ കൊടുക്കുന്നു, അവിടെ ഒരു ബ്രാൻഡിങ് എഴുതി വെച്ചാൽ ജീവിതകാലം മുഴുവൻ ദാനം കിട്ടി വീട്ടിൽ കഴിയുന്നവനെന്ന ഒരു അപകർഷതാബോധത്തിന് അടിമയായിട്ട് ജീവിക്കണ്ടേ? അതാണ് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ നമ്മൾ കുറച്ച് പ്രബുദ്ധമായിട്ടുള്ളൊരു ജനതയാണ്. ആ പ്രബുദ്ധതയുടെ ഭാഗമാണ് ഒരു അന്തസ്സ്, ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത്. ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമില്ല, ഭരണഘടനാപരമായൊരു അവകാശമാണ്. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? റൈറ്റ് ടു ലൈഫാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള അവകാശമല്ല, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പ് നൽകുന്നത്. അപ്പം അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്, അത് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ് സർക്കാരി ബ്രാൻഡിങ് വീട്ടിൽ പാടില്ല എന്ന് പറഞ്ഞത്. ഒരു വ്യക്തിക്ക് ഒരു വീട് കൊടുക്കുമ്പോൾ അവിടെ ഇത് എഴുതി വെക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റേ ആസ്പത്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുസ്ഥാപനത്തിലോ ശരി, അത് നമുക്ക് അംഗീകരിക്കാം, ഇവിടെ പറ്റില്ല. വലിയ തോതിൽ മാധ്യമ ആക്രമണം എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള മാധ്യമങ്ങൾ നിരന്തരം നിറഞ്ഞു നിന്ന നിരവധി സംഭവങ്ങളിൽ കഥാപാത്രമായിട്ടുണ്ട്. ഇപ്പോൾ വാളയാർ മുതൽ പലതവണ താങ്കൾ പറഞ്ഞതാണ്, വാളയാർ മുതൽ ഭാര്യയുടെ നിയമനം എന്ന് പറഞ്ഞുള്ള ഒരു ഘട്ടം, അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ ബ്രഹ്മപുരം, ഇങ്ങനെ പല പ്രതിസന്ധികളെ അല്ലെങ്കിൽ വാർത്താ ചർച്ചകളെ നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇതിനെ ഇപ്പം നിൽക്കുന്നത് പോലെയല്ലല്ലോ അന്ന്, അതിനെ പൊതുസമൂഹം കാണുമ്പോൾ വലിയൊരു വിറക്കുന്നൊരു സമയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം എന്താണ്? അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിച്ചു? പല വിവാദവും ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു വിവാദവും എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല, ഒന്നൊഴിച്ച്. അതെന്നെ വേദനിപ്പിച്ചൊരു വിവാദമാണ്, അത് വാളയാറാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. വാളയാറിലെ രണ്ടാമത്തെ കുട്ടി, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. എൻ്റെ മോളുടെ, രണ്ടാമത്തെ മോളുടെ അതേ പ്രായവും ഒക്കെയാണ്. ഈ 2 കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ രക്ഷിച്ചത് ഞാനാണ് എന്ന സംഘടിതമായ പ്രചരണം. ആദ്യം ഒരാളാണ് ഒരു മുഖ്യധാര ടെലിവിഷൻ ചാനലിലിരുന്നിട്ട് ഈ പച്ച നുണ പറയുന്നത്. അത് രാഷ്ട്രീയ എതിരാളികൾ ഏറ്റെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ആക്രമണം നടന്നു. തൃത്താല നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഭയങ്കരമായി ഹർട്ട് ചെയ്തിട്ടുള്ള അനുഭവമാണ്. മറ്റൊന്നും എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല. എന്താണെന്നറിയോ, ഈ പോളിംഗ് ബൂത്തിൻ്റെ അലങ്കരിക്കുമല്ലോ, അവിടെ മുഴുവൻ ഈ കുഞ്ഞുടുപ്പുകൾ ചുവന്ന മഷി കുടഞ്ഞിട്ട് കെട്ടിത്തൂക്കിയിരിക്കുക, എന്നിട്ട് കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പോസ്റ്റർ. അത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ബാക്കി എന്തെല്ലാം നമ്മളെക്കുറിച്ച് പറയുന്നു, കേൾക്കുന്നു, നമ്മളത് അവഗണിക്കല്ലോ പതിവ്. ഇതിൽ ഞാൻ കേസ് കൊടുത്തു. 4 കൊല്ലമായിട്ട് കേസ് നടക്കുക, എവിടെ എത്തിയിട്ടില്ല. അതാണ് ഈ കേസ് കൊടുക്കാൻ പോയാലുള്ളൊരു പ്രശ്നം. ഈ ഫേസ്ബുക്കിലൊക്കെ ചില ഈ ഉത്തമന്മാർ ചോദിക്കുന്നത് കേസ് കൊടുത്തുകൂടെ എന്നാണ്. ഈ ഫേസ്ബുക്കിൽ എല്ലാ തിരക്കും കഴിഞ്ഞിട്ടിരുന്ന് എഴുതുന്നവൻ എഴുതിയാൽ മതി. കേസ് കൊടുക്കാൻ പോയാലും ഞാൻ പറയാം, 4 കൊല്ലമായിട്ട് കോടതി കേസ് നടക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് ഈ പറഞ്ഞവൻ ശിക്ഷിക്കപ്പെട്ട് വിധി വന്നിട്ട് എന്ത് പ്രയോജനം? ആര് ശ്രദ്ധിക്കാനപ്പോഴേക്കും? നമ്മൾ കേൾക്കേണ്ടത് മുഴുവൻ കേൾക്കുകയാണല്ലോ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞത് കേസ് കൊടുത്തു, കേസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ CBI അന്വേഷിച്ചല്ലോ, രണ്ടാമതും അന്വേഷിച്ചതാ. രണ്ടാമതും അന്വേഷിച്ച് CBI ഒരു കുറ്റപത്രം കോടതി കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രം നിങ്ങളൊന്നെടുത്ത് വായിച്ചാൽ മതി. അത് വായിച്ചൊരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് വിറച്ചുകൊണ്ടല്ലാതെ അത് വായിക്കാൻ പറ്റില്ല എന്നാണ്. ആരാണ് ഈ കൊലപാതകികളെ സഹായിച്ചതെന്നും കൊലപാതകത്തിന് ഉത്തരവാദിയെന്നും ആ കുറ്റപത്രത്തിൽ CBI കണ്ടെത്തി കോടതിയുടെ മുമ്പ് കൊടുത്തിട്ടുണ്ട്. CBI ചൂണ്ടിക്കാണിച്ച ആളെ തൃത്താലയിൽ മുഴുവൻ കൊണ്ടു നടന്നാണ് എനിക്കെതിരെ പ്രസംഗിപ്പിച്ചത്. മനസ്സിലായോ? എനിക്കെതിരെ പ്രസംഗിപ്പിച്ചത്. ഇപ്പോഴും അതിന് നേതൃത്വം കൊടുത്ത UDF നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കുറ്റപത്രത്തിലേ ആയിട്ടുള്ളൂ, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ, ഒന്നും ആലോചിച്ച് നോക്കണം. ആ വേട്ടയാടൽ എന്നെ വേദനിപ്പിക്കുകയും രോഷം കൊള്ളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ്
അത് വിടില്ല എന്ന് തീരുമാനിച്ചത്. ആ ബാക്കി പല അസംബന്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പുറകെ ഞാൻ പോയിട്ടില്ല. എന്തെല്ലാം പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഓർക്കാം, അടുത്ത കാലത്ത് വന്നൊരു സാധനം നമ്മുടെ ഒയാസിസ് വിവാദം വന്നല്ലോ. അതെ, ഒരു അവതാരകൻ വിശേഷിപ്പിച്ചത് ഒയാസിസ് കാര്യ വകുപ്പ് മന്ത്രി തന്നെ. പിന്നെ അന്ന് വന്നൊരു ആക്ഷേപം എന്തായിരുന്നു? വലിയ തലക്കെട്ടായിരുന്നു. ഡൽഹി മദ്യനയ കേസിലേക്ക് പ്രതി കവിത കൽവകുന്തലെ, ചന്ദ്രശേഖർ റാവുവിന്റെ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ. ഞാൻ അവരൊരുമിച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്നു, എനിക്ക് പരിചയമുണ്ട്. അവർ തിരുവനന്തപുരത്ത് ഇന്ന ദിവസം ഞാൻ സ്പീക്കറായിരിക്കെ ഇന്ന പരിപാടിയിൽ വന്നു, എന്നിട്ട് ഞാനും അവരും കൂടി ഗൂഢാലോചന നടത്തി. അന്ന് ഞാൻ മന്ത്രിയായിട്ടില്ലേ, അത് കഴിഞ്ഞ് 1 കൊല്ലം മന്ത്രിയാവുന്നത്. 1 കൊല്ലം മുമ്പേ ഗൂഢാലോചന നടത്തി. ഇത് ഇന്നസെന്റ് ഒരു സിനിമയിൽ പറയുന്നില്ലേ, പുറപ്പെട്ടു 1 മണിക്കൂർ മുമ്പ് പുറപ്പെടണമെന്ന് വെക്കുന്നില്ലേ, അതുപോലെ ഗൂഢാലോചന നടത്തി. എന്നിട്ട് എത്ര ആധികാരികമായിട്ടാണ് പറഞ്ഞത്, അവരെന്റെ വീട്ടിൽ വന്ന അവസ്ഥ എന്ന് പറഞ്ഞു. തിരുത്തണ്ടി വന്നവരിക്കല്ലേ, ആ വാർത്ത പിൻവലിച്ചു. വാർത്ത അത് ഞാൻ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ വാർത്ത പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ വാർത്തയുടെ മുകളിൽ അധിക്ഷേപ പ്രസ്താവന നടത്തിയ ഒരാൾ പിൻവലിച്ചില്ല. അവിടെ തന്നെ അവിടെ നിൽക്കുക, എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊന്നും ഇപ്പോൾ എന്നെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മുടെ ബാർഗോഴ എന്ന് പറഞ്ഞ കേസ് ഓർക്കുന്നുണ്ട്. 48 മണിക്കൂർ ആയുസുണ്ടായില്ല. അത് വന്ന ദിവസം വൈകിട്ട് ഞാൻ യൂറോപ്പിലേക്ക് പോവാം. അത് നേരത്തെ തീരുമാനിച്ച അന്ന് മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വലിയ തിരക്കില്ലാത്തൊരു സമയമാണ്. പെരുമാറ്റച്ചട്ടൊക്കെ നിൽക്കുന്നു, കൗണ്ടിങ് ആയിട്ടില്ല. ഇപ്പം ഞാൻ കുടുംബസമേതം, പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കുടുംബമുണ്ട്. ഞങ്ങൾ വളരെ മുമ്പ് കുറഞ്ഞ വിലയ്ക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് വലിയ വാർത്തയാണ്, വിവാദങ്ങൾക്കിടെ മന്ത്രി വിദേശത്തേക്ക്. അപ്പോൾ പ്രസ്താവന എന്താണ് പ്രസ്താവന? ബാറുകാരുടെ സ്പോൺസർഷിപ്പിലാണ് പോയത് എന്ന്. ഇപ്പം ഞാൻ ഒരു വളരെ മുതിർന്നൊരു പത്രപ്രവർത്തക സുഹൃത്തിന്, ഞാൻ അവിടെ താമസിച്ചിരുന്ന മുറിയുടെ ഈ ബങ്ക് ബെഡുള്ള മുകളിൽ നിന്നും കണ്ടിട്ടില്ലേ, ഒരു ഇടുങ്ങിയ മുറിയാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള താമസം നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ബുക്ക് ചെയ്യുക. 1-2 സ്ഥലത്ത് അങ്ങനെ, ബാക്കിയെല്ലാം നമ്മൾ സുഹൃത്തുക്കളുടെ വീടുകളിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുള്ള പടം അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബാറുകാർ സ്പോൺസർ ചെയ്തിട്ടാണെന്നാണ് ഇവിടെ പ്രചരണമൊക്കെ നടക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നതിനൊരു മിനിമം 3 സ്റ്റാർ ഹോട്ടലെങ്കിലും ബുക്ക് ചെയ്യാൻ പറയണ്ടേ എന്ന് വെച്ചു. അപ്പം ഞാൻ ആദ്യം പോയി താമസിക്കുന്നത് വിയന്നയിലെ പഴയൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെ, അദ്ദേഹം അവിടെ ജോലി ചെയ്യാണ്, നഴ്സാണ്, സഹോദരി 35 കൊല്ലമായിട്ട് അവിടെയാണ്, അവരുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടി. അപ്പോൾ ഒരു പ്രമുഖ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫേസ്ബുക്കിൽ ഇവർ വായിക്കുകയാണ്, ഈ ചേച്ചി വായിക്കുകയാണ്. ഇങ്ങനെ ബാറുകാർ അല്ല, ആരാണ് സ്പോൺസർ എന്ന് വെളിപ്പെടുത്തും. അപ്പോൾ ഈ ചേച്ചി പറയാണ്, രാവിലത്തെ ഭക്ഷണം അവിടെയാണ്, ഇന്നത്തെ ഭക്ഷണം തരുന്നത് ഞാനാണല്ലോ, അപ്പോൾ ഒരു സ്പോൺസർ ഞാനാണെന്ന് പറഞ്ഞേക്കണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ തമാശയായിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. നമ്മളെല്ലാം കഴിഞ്ഞ ഒരു 10-30 കൊല്ലമായിട്ട് നാട്ടിൽ ജീവിക്കില്ലേ ജനങ്ങളുടെ ഇടയിൽ. 10 കൊല്ലമായിട്ട് MP ആയിട്ടുണ്ട്. MP ആവുന്നതിന് മുമ്പും MP ആയ ശേഷവും ഇപ്പോഴും ഒക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. നാട്ടിലെ മനുഷ്യർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും ഒരു കുലുക്കമില്ല. ഇങ്ങനെ ആരോപണങ്ങൾ പ്രത്യേകിച്ച് വാർത്തകളിലൊക്കെ നിരന്തരം വരുമ്പോൾ ഭാര്യയും മക്കളും, പ്രത്യേകിച്ച് മക്കള് ഇതിൻ്റെ ഒന്നും വലിയ ലോകത്തേക്ക് എത്തി വരുന്നല്ലേ ഉള്ളൂ. അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതിന്റെ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്, വീട്ടിൽ പങ്കുവെക്കാറുണ്ട്. നേരത്തെ ഉണ്ട്. ആദ്യത്തെ തവണയൊക്കെ വന്നപ്പോൾ മക്കൾക്കത് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ അത് ബാധിക്കുന്നതല്ല, അവരെ ഒന്നും ബാധിക്കില്ല. ആദ്യത്തെ തവണ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മോൾക്കൊക്കെ അത് വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്കൊക്കെ വളരെ ധൈര്യത്തോടെ ഇത്തരം, കാരണം വസ്തുതകൾ അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആർക്കും അതിനേക്കാൾ പ്രശ്നം അമ്മയ്ക്കായിരുന്നു. ഇതൊന്നും കേൾക്കുമ്പോൾ അവരൊക്കെ ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും ബാധിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ആത്മവിശ്വാസത്തോടെ നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഈ മാധ്യമങ്ങളുടെ വലിയ സ്വാധീനമുള്ളൊരു സമൂഹം കൂടിയാണ്. അപ്പോൾ നമ്മൾ അത്ര ലളിതമായിട്ട് അതിനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു നമ്മളിപ്പോൾ രാത്രി പുറത്തിറങ്ങിയ ഒരു 8 മണി മുതൽ 9 മണി വരെ ഏതിലെ നടന്നാലും എല്ലാ വീട്ടിലും ഈ ന്യൂസ് ചാനൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് വിശ്വാസ്യതയില്ലതാണ്. വെക്കുന്നുണ്ടാവും, ആളുകൾ കാണുന്നുണ്ടാവും, ചിലപ്പോൾ അല്പം ആസ്വദിക്കുന്നുണ്ടാവും. ഒരുതരം പരദൂഷണ സ്വഭാവത്തിലൊക്കെ പറഞ്ഞ് കുറച്ച് ആസ്വദിക്കുന്നൊക്കെയാണ്. അത് ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ പറയട്ടെ, വിശ്വസിച്ചിരുന്നെങ്കിൽ ആരെ കൊണ്ടുവന്നാണ് തത്താലിയിൽ നിന്ന് പറഞ്ഞെന്ന് ഓർക്കണം. അതെ, ആരെ കൊണ്ടുവന്നാണ് പറഞ്ഞതെന്ന്.
അങ്ങനെ മുഴുവൻ സ്ഥലത്തും പൊതുയോഗത്തിൽ പോയി ഇത് പറഞ്ഞിട്ടും തത്താഴ തെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കുമായിരുന്നില്ലല്ലോ, ആളുകൾ വിശ്വസിക്കുമായിരുന്നില്ല. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, പല വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളും നേരിട്ടിട്ടുണ്ട്. അത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ അത് നേരിട്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ നന്നായി അതിൽ നിന്നൊക്കെയാണ് ഈ അനുഭവം. ആളുകൾക്കറിയാം, അതുകൊണ്ട് ആളുകൾ ഈ പറഞ്ഞ അപവാദങ്ങളൊന്നും വിശ്വസിക്കില്ല എന്നുള്ള ധൈര്യമാണ്. ഈ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്ന ആളാണ് താങ്കൾ. ഞാൻ പക്ഷേ ഒരാൾക്കെതിരെ അപവാദം പറയാറില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒരാളെയും അപമാനിക്കാറില്ല. അത് പുലർത്തിയിട്ടുള്ള നിഷ്കർഷയാണ്. അങ്ങനെ അപമാനിക്കുന്നവരെ മറ്റൊരു മേൽവിലാസവും ലേബലും നോക്കാതെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയയിൽ ചില വഴിവിട്ട പ്രചരണമൊക്കെ ഉണ്ടായപ്പോൾ ഇമാതിരി മിത്രങ്ങളെന്ന് അവകാശപ്പെടുന്നവരുണ്ടെങ്കിൽ പിന്നെ വേറെ ശത്രുക്കളുടെ ആവശ്യമില്ല. അപ്പം അത് കാരണം ഈ അഭിപ്രായ വ്യത്യാസം എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരാളോട് എന്താ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്, ഇവിടെ വ്യക്തിവിരോധം ഉണ്ട്. അതിൽ വ്യക്തിവിരോധത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ആശയപരമായ ഭിന്നത മാത്രമാണ്. ആശയപരമായിട്ടുള്ള ഭിന്നതയെ വ്യക്തിപരമാക്കുന്നത് ആശയദാരിദ്ര്യം കൊണ്ടാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തെ വ്യക്തിപരമാക്കിയാൽ അത് അരാഷ്ട്രീയമാണെന്ന് ഞാൻ പറയും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. അത് വ്യക്തിപരമായ ഈഗോ, താൻ പ്രമാണിത്വം, എല്ലാത്തിനെയും എൻ്റെ ഇത് മറ്റേ കണ്ണിൽ മാത്രം കാണുമ്പോഴാണ് അത് വ്യക്തിപരമാവുന്നത്. ഇഷ്ടവും അനിഷ്ടമൊക്കെ വ്യക്തിപരമാവുന്നത് അപ്പോഴാണ്. രാഷ്ട്രീയമാകുമ്പോൾ അതിനെ അങ്ങനെ കാണും. അതുകൊണ്ട് ഞാൻ ശ്രീ AK ആന്റണിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്, SFIയുടെ നേതാവായിരിക്കുന്ന സമയത്ത്. പക്ഷേ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു വാചകവും ഞങ്ങളായിരുന്നു ഞാൻ എന്നല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ SFI നേതാക്കന്മാരായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മന്ത്രിസഭയിലുണ്ടല്ലോ. ശ്രീ K കരുണാകരനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. കൂത്തുപറമ്പ് ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്നാൽ K കരുണാകരനെതിരെ പറഞ്ഞിട്ടില്ല. AKജിക്കെതിരെ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒരു വാചകം കരുണാകരനെതിരെയോ മറ്റേ ശ്രീ AK ആന്റണിക്കെതിരെയോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് വ്യത്യാസം, രണ്ട് രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് എതിർപ്പ്, അല്ലാതെ വ്യക്തിപരമല്ല. വ്യക്തി അധിക്ഷേപം എന്നത് അരാഷ്ട്രീയതയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് എതിർചേരിയുള്ളവരോട് വ്യക്തിപരമായ സൗഹൃദത്തിന് തടസ്സമൊന്നുമില്ല. അതൊരു പ്രകടനപരതയല്ല. ഇപ്പോൾ ശ്രീകണ്ഠൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, പാലക്കാട്ട് മത്സരിച്ചു. അദ്ദേഹമാണല്ലോ എന്നെ തോൽപ്പിച്ചത്. അതെ. പിറ്റേന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ പലതവണ വിളിച്ചിട്ട് കിട്ടിയില്ല. ജയിച്ച സ്ഥാനാർത്ഥിക്ക് തിരക്കായിരിക്കുമല്ലോ, കിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് വിളിച്ച് നേരിട്ട് പറയാൻ പറ്റിയില്ല, അഭിനന്ദനം, ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് അദ്ദേഹം എന്നെ പിന്നെ വൈകിട്ട് തിരിച്ചു വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ജയിച്ചാൽ സ്വാഭാവികമായിട്ട് തോറ്റയാൾക്ക് വലിയ തിരക്കുണ്ടാവില്ല, പക്ഷെ ജയിച്ചയാൾക്ക് തിരക്കായിരിക്കും, സ്വാഭാവികം കിട്ടാത്തത്. മറ്റു സന്ദർഭത്തിൽ അദ്ദേഹം വൈകിട്ട് എന്നെ ആ വഴിക്ക് പോകുമ്പോൾ പറഞ്ഞു, വീട്ടിലുണ്ടോ, ഞാനിത് വഴി പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോയി. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാ. അപ്പോൾ അദ്ദേഹം എന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയുടെ പ്രശ്നമുണ്ടോ? ഇല്ല. അത് എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇങ്ങോട്ട് പറയുന്നതിനുമില്ല, അങ്ങോട്ട് പറയുന്നതിനുമില്ല. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള മാന്യതയുടെ അതിർവരമ്പിലേക്കില്ല. അങ്ങനെ ഒരുപാട് പേരുടെ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. ഈ പാർലമെന്റിൽ പെട്ടെന്ന് ഓർമ്മ, പാർലമെന്റിൽ പോയപ്പം മറ്റെവിടെയോ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വന്നത്, ഇവിടുന്ന് ജയിച്ച് അവിടെ പോയപ്പം മറ്റൊരു ഉത്തരേന്ത്യൻ MP എത്ര പൈസ ചെലവായി പോയി എന്ന് ചോദിച്ചു. അത് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ളൊരു MP ആണ്. അദ്ദേഹം ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കൈ തന്ന് അഭിനന്ദിച്ചു. നന്നായി, പ്രസംഗമൊക്കെ നന്നായി എന്ന് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ചെറുപ്പമാണല്ലോ, എങ്ങനെയാണ് ഇത്രയും ചെറുപ്പത്തിൽ MP ആയി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, പാർട്ടിന് സ്ഥാനാർത്ഥി തീരുമാനിച്ചു, ജയിച്ചു, എത്ര ചിലവായി എന്ന് വെച്ചു. അവൻ ഞാനാണെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് നേരെ ഡൽഹി പോയി പാർലമെന്റ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊരു പുതിയ ലോകമല്ലേ. ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ഇല്ല വലിയ പൈസയും തരുമെന്നില്ല, 2-3 ഷർട്ടും കൊണ്ടുകൊടുക്കാനുള്ള ചിലവ്. ഇയാൾ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്കെത്ര ചിലവായി എന്നറിയാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല, 30 കോടി ചിലവായി എന്ന് പറഞ്ഞു. അത് 2009-ലാണ്. ഇന്ന് 30 കോടിയൊന്നൊന്നുമല്ല. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്ന തുക നോക്കിയാൽ ഇതൊന്നുമല്ല. ഇത്
എത്ര കൊല്ലം മുമ്പ്, 16 കൊല്ലം മുമ്പാ. ആ അപ്പം ഞാനാണ് അന്താളിച്ചത്. ആ അപ്പം ഞാൻ ഒരു പൊട്ട ചോദ്യം അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും പൈസ നിങ്ങൾ പിരിച്ചുണ്ടാക്കുന്നത്? കാരണം നമ്മൾ പിരിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, പിരിച്ചിട്ടല്ല, ഐ ഫൈനാൻസ് ഇറ്റ് ഫ്രം മൈ ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതിന് മാത്രം നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ വളരെ ഈ ലോകത്തെക്കുറിച്ച് അപ്പോൾ ഒരു ധാരണയില്ലാതെയാണ്, നമ്മളിത് കണ്ടിട്ടില്ലല്ലോ ഇവരെയൊന്നും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മൈ ആനുവൽ ടേൺ ഓവർ ഇസ് 6,000 crore rupees എന്ന് പറഞ്ഞു. ശരി, റുപ്പീസ് 6,000 crore. അപ്പം ഞാൻ അന്തം വിട്ട് നോക്കി, 6,000 കോടിയുടെ ഒരു ഉരുപ്പടി മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഞാൻ ആകെ പകച്ചു പോയിട്ടുണ്ടെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെയുള്ള വേറൊരു MP വിളിച്ച് പരിചയപ്പെടുത്തി. അപ്പം അദ്ദേഹം എന്നോട് പറയാണ്, അപ്പോൾ ഇങ്ങനെ പിന്നീട് ഞാൻ വളരെ അടുപ്പായിരുന്നു, സാർ ഐ ആം എ പുവർ ബിസിനസ് മാൻ വിത്ത് ഓൺലി റുപ്പീസ് 15,000 crore ആനുവൽ ടേൺ ഓവർ. 15,000 കോടിയാണ്. അപ്പം ഞാനും ചിരിച്ചു. അപ്പോൾ വൈ ആർ യു ലോഫിങ്? മൈ ബ്രദർ ഹാസ് എ നെറ്റ് വർത്ത് ഓഫ് റുപ്പീസ് 1 lakh crore എന്ന് പറഞ്ഞു. 1,00,000 കോടിയുടെ മൊത്തം ആസ്തി എൻ്റെ സഹോദരനുണ്ട്, എനിക്ക് വെറും 15,000 കോടിയുള്ളൂ. അപ്പം ഞാൻ പാവപ്പെട്ടവനല്ലേ എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സാധാരണക്കാരന്, നമ്മളെയൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് സ്ഥാനാർത്ഥിയാവാനോ ജയിക്കാനോ പറ്റുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സ്ഥലം കേരളമാണ്. അത് ഏത് പാർട്ടിയിലും എല്ലാ പാർട്ടിയും അങ്ങനെ, ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണോ ഉണ്ടോ. എന്തായാലും ഇത്രയും നേരം ന്യൂസ് അറ്റ് ഹൗസിൽ ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. ഇനിയുള്ള കുറച്ചു കാലം ബാക്കിയുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. താങ്ക് യു. ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം. നന്ദി, നമസ്കാരം.